ഹലോ ആൻഡ് വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. UPSC മുൻവർഷത്തെ പ്രിലിംസ് ചോദ്യപേപ്പറുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള തീംസ് ബേസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെറ്ററോഡോക്സ് ആൻഡ് ഓർത്തഡോക്സ് ഫിലോസഫീസ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള തീമിൽ നിന്നും ജൈനിസം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിസം എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഗൗതമ ബുദ്ധൻ കൊണ്ടുവന്ന, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, ബുദ്ധനെ കുറിച്ച് അറിയാത്ത ഒരാൾ പോലുമില്ല അല്ലെ. അപ്പം ആ ഒരു ബുദ്ധിസത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബുദ്ധിസം എന്നുള്ള ടോപ്പിക്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ചില പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2015 UPSC ചോദിച്ച ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് വി ആർ അസോസിയേറ്റഡ് വിത്ത് ദ ലൈഫ് ഓഫ് ബുദ്ധ? ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിങ്ഡംസ് ഏതൊക്കെയാണ്? ഈ കിങ്ഡംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സമയത്ത്, അതായത് പോസ്റ്റ് വേദിക് എറയിൽ കുറേയധികം മഹാജനപദാസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പം അതിലുണ്ടായിരുന്ന ഏതൊക്കെ മഹാജനപദാസ് അല്ലെങ്കിൽ ഏതൊക്കെ കിങ്ഡംസ് ആണ് ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? അതിൽ 4 മഹാജനപദാസ് പറയുന്നത് അല്ലെങ്കിൽ 4 കിങ്ഡംസ് പറയുന്നുണ്ട്. 1 അവന്തി, 2 ഗാന്ധാര, 3 കോസല ആൻഡ് 4 മഗധ. എന്നിട്ട് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 2 and 3, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 1, 3 and 4, ഓപ്ഷൻ ഡി 3 and 4. ഇത് നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബുദ്ധിസത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ബുദ്ധിസത്തെ കുറിച്ച് നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോകും. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താണ്? 3 and 4 only എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അവന്തി എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും ബുദ്ധന്റെ ജീവിതവുമായി ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുന്നില്ല. പിന്നെ നമുക്ക് ഒരു പ്രസഞ്ചിത്ത്, കിങ് നെയ്മഡ് പ്രസഞ്ചിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിങ്ങിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാലിയോ ടെക്സ്റ്റിൽ വളരെയധികം പറയുന്നുണ്ട്. അപ്പം ഈ പ്രസഞ്ചിത്ത് എന്ന് പറയുന്ന വ്യക്തി കോസല മഹാജനപദ അല്ലെങ്കിൽ കോസല കിങ്ഡത്തിലെ കിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കോസല എന്നുള്ള ആ ഒരു കിങ്ഡം, ആ ഒരു മഹാജനപദ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വാൻഡറിങ് ലൈഫിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രീച്ചിങ്സിന്റെ സമയത്ത്, എൻലൈറ്റൻ ആയതിനു ശേഷം അദ്ദേഹം നടത്തിയ സർമൺസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിസ്റ്റ് പ്രീച്ചിങ്സിന്റെ സമയത്ത്, ബുദ്ധ സംഘം സ്ഥാപിച്ചതിന് ശേഷം ആൾക്കാരെ ബുദ്ധിസത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, അവർക്ക് ബുദ്ധിസത്തിന്റെ ഈ ഒരു കൺസെപ്റ്റ്, ഐഡിയോളജീസ്, ഡോക്ട്രൈൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ബുദ്ധൻ വളരെയധികം സഞ്ചരിച്ച 2 മഹാജനപദാസാണ് കോസലയും മഗധയും. അതുകൊണ്ട് ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാജനപദാസ് ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ള മഹാജനപദാസിൽ നമുക്ക് ശരി ഉത്തരം വരുന്ന ഏതൊക്കെയാണ്? കോസല ആൻഡ് മഗധ. മാറിപ്പോകരുത്, കോസല ആൻഡ് മഗധ. ഇത് 2015 UPSC ചോദിച്ച ചോദ്യമാണ്. ഇനി ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഡോക്ട്രൈൻസ് നമ്മൾ പഠിക്കുമ്പോൾ ബുദ്ധിസത്തിൽ ഫസ്റ്റ് തന്നെ പറയുന്ന കുറച്ച് ഡോക്ട്രൈൻസ് ഉണ്ട്. ബുദ്ധിസത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രീ ജുവൽസ് ഓഫ് ബുദ്ധിസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ പറയുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 ബുദ്ധ, 2 ധമ്മ, 3 സംഘ. അതായത് ബുദ്ധനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധന്റെ ടീച്ചിങ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സംഘയെ കുറിച്ച് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററീസിനെ കുറിച്ച്, ബുദ്ധിസ്റ്റ് മോങ്സിനെ കുറിച്ച്, ബുദ്ധിസ്റ്റ് സെയിൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതാണ് 3 ജുവൽസ് ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബുദ്ധനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്, ബുദ്ധനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പം ബുദ്ധൻ എവിടെയാണ് ജനിച്ചത്? ബുദ്ധൻ ആരുടെ മകനായിരുന്നു? ബുദ്ധൻ ഏത് കിങ്ഡത്തിലാണ് ജനിച്ചത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, അതായത് ഹെറ്ററോഡോക്സിൽ നമ്മൾ ജൈനിസം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ജൈനിസത്തിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ 24th ഏറ്റവും പ്രധാനപ്പെട്ട ജൈൻ തീർത്ഥങ്കരയായിട്ടുള്ള വർദ്ധമാന മഹാവീരയും അതുപോലെ തന്നെ നമ്മുടെ ഗൗതം ബുദ്ധയും, ഇവർ രണ്ടുപേരും എന്താണ്? ക്ഷത്രിയ ക്ലാനിൽപ്പെടുന്ന ആൾക്കാരാണ്. രണ്ടുപേരും എന്താണ്? ക്ഷത്രിയന്മാരാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ പറയുവാണ് ബുദ്ധ വാസ് ബോൺ എവിടെയാണ്? ഇൻ 563 BC. എവിടെയായിരുന്നു? ലുംബിനി, ഇന്നത്തെ നേപ്പാളിലുള്ള ലുംബിനിയിലാണ് ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത് 563 BC. ആ സമയത്ത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ടൈമിൽ അതെന്തായിരുന്നു? ഈ മഹാജനപദാസിൽപ്പെടുന്ന ശാക്യ റിപ്പബ്ലിക് ആയിരുന്നു. വൺ ഓഫ് ദ മഹാജനപദയായിരുന്നു എന്ത്? ശാക്യ റിപ്പബ്ലിക്. ബുദ്ധന്റെ പേരൻസ് ആരൊക്കെയായിരുന്നു? അദ്ദേഹത്തിന്റെ പേരൻസ് ആയിരുന്നു
ഫാദറിന്റെ പേര് എന്തായിരുന്നു? ശുദ്ധോധന. മദറിന്റെ പേര് മായാദേവി. ഓക്കെ, ഇനി ബുദ്ധന്റെ മദറായിട്ടുണ്ടായിരുന്ന മായാദേവി ആരായിരുന്നു? കോശല ഡൈനാസിൽ അല്ലെങ്കിൽ കോശല ജനപദയിൽ ഉണ്ടായിരുന്ന ഒരു പ്രിൻസസ് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു വർദ്ധമാന മഹാവീർ എന്താണ്? അദ്ദേഹത്തിന്റെ 30-ാം വയസ്സിലാണ് ട്രൂത്തിനെ തേടിയുള്ള അല്ലെങ്കിൽ സത്യത്തെ തേടിയുള്ള ആ ഒരു യാത്ര ആരംഭിച്ചത്, മോക്ഷം തേടിയുള്ള ആ ഒരു യാത്ര ആരംഭിച്ചത് അല്ലെ. അപ്പം ബുദ്ധൻ ഈ ഒരു യാത്ര ആരംഭിച്ചത് എത്രാം വയസ്സിലാണ്? 29-ാം വയസ്സിലാണ് ബുദ്ധൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ട്രൂത്തിനെ തേടിയുള്ള അല്ലെങ്കിൽ സത്യത്തെ തേടിയുള്ള അല്ലെങ്കിൽ മോക്ഷം തേടിയുള്ള നിർവ്വാണ തേടിയുള്ള ആ ഒരു യാത്ര ബുദ്ധൻ ആരംഭിക്കുന്നത് 29-ാം വയസ്സിലാണ്. മഹാവീരന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിരുന്നു അദ്ദേഹം എന്താണ്? 42-ാം വയസ്സിലാണ് നിർവ്വാണം അടയുന്നത് അല്ലെങ്കിൽ 42-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുന്നത്. ബുദ്ധന്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധന് മോക്ഷം ലഭിക്കുന്ന എത്രാമത്തെ വയസ്സിലായിരുന്നു? 29-ാമത്തെ വയസ്സിൽ വീട് വിട്ട് ഈ ഒരു സത്യത്തെ തേടിയുള്ള യാത്ര അല്ലെങ്കിൽ ഈ മോക്ഷത്തെ തേടിയുള്ള യാത്രയിലേക്ക് പോയ ബുദ്ധൻ 35-ാം വയസ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള അസറ്റിക് ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള പെനൻസ് ലീഡ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള വേദനാജനകമായിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റെപ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധൻ പരീക്ഷിക്കുന്നുണ്ട്. അവസാനം ഇതിലൊന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമ്മളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു മോക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധൻ എന്ത് ചെയ്യുന്നു? തൻ്റെതായിട്ടുള്ള പാതയിലേക്ക് പോകുന്നു. അതിനുശേഷം എന്താണ്? 35-ാം വയസ്സിൽ എന്താണ്? ബോധ്ഗയയിൽ വെച്ച് എന്താണ് നമ്മൾ ബോധിമരം എന്നൊക്കെ പറയും അല്ലെ, ഒരു പീപ്പിൾ ട്രീ. ആ പീപ്പിൾ ട്രീയുടെ ചോട്ടിൽ വെച്ചാണ് ബുദ്ധൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നത്. അതിനുശേഷം ആദ്യത്തെ സെർമൺ, ആദ്യത്തെ പ്രഭാഷണം അല്ലെങ്കിൽ ആദ്യത്തെ പ്രസംഗം, ഈ എൻലൈറ്റ്മെന്റ് കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ പ്രസംഗം ബുദ്ധൻ പ്രസന്റ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടായിരുന്നു? സാരനാഥിൽ വെച്ചിട്ടായിരുന്നു. ആ ഒരു സമയത്തിൽ ഏകദേശം എത്രയാണ്? 4 to 5 ഡിസിപ്പിൾസ് മാത്രമാണ് ആർക്കുണ്ടായിരുന്നത്? ബുദ്ധന് ഉണ്ടായിരുന്നത്. ഈ ഒരു എൻലൈറ്റ്മെന്റ് ലഭിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ഡിസിപ്പിൾസ് അതുപോലെ തന്നെ ബാക്കി സാധാരണ ജനങ്ങളൊക്കെ എന്ത് വിളിക്കാൻ തുടങ്ങിയത്? ബുദ്ധ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഏകദേശം എന്താണ്? BC 483 കുശിനഗറിൽ വെച്ചിട്ട് ബുദ്ധൻ എന്ത് ചെയ്യുന്നു? മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കുശിനഗർ എവിടെയാണ്? ഇന്ന് ഉത്തർപ്രദേശിലാണ്. പണ്ട് ഏത് മഹാജനപദയായിരുന്നു? മല്ല റിപ്പബ്ലിക് ആയിരുന്നു. അപ്പം ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു മഹാജനപദാസ് ഏതൊക്കെയാണെന്ന് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുള്ളൂ. ഇനി ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് എന്താണ്? നമ്മുടെ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഇവന്റ്സും ബുദ്ധിസത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓരോ സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. എവരി ഇവന്റ് ഓഫ് ബുദ്ധാസ് ലൈഫ് ഈസ് റെപ്രസെന്റഡ് ബൈ വൺ സിമ്പിൾ. അപ്പം ആ സിമ്പിൾ ഏതൊക്കെയാണ്? ആ സിമ്പിൾ എങ്ങനെയൊക്കെയാണ്? അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഓരോ ഇവന്റിനും എന്തുണ്ട്? ഓരോ സിമ്പിൾ ഉണ്ട്. അങ്ങനെ വരുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്? ബുദ്ധന്റെ ബർത്തിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് എന്ത്? ലോട്ടസ്. ഒരു താമരയാണെന്ത്? ബുദ്ധന്റെ ബർത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ആ ഒരു സിമ്പിൾ. ബർത്ത് എവിടെ വെച്ചിട്ടായിരുന്നു? ലുംബിനിയിൽ വെച്ചിട്ടായിരുന്നു ബുദ്ധൻ ജനിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഗ്രേറ്റ് റിനൗൺസിയേഷൻ. അതായത് അദ്ദേഹം 29-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? സത്യത്തെ തേടിയുള്ള യാത്രയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കൊട്ടാരം വിട്ട്, വീട് വിട്ട്, ബന്ധുമിത്രാദികളെ വിട്ട്, അദ്ദേഹത്തിന്റെ വൈഫിനെയും കുട്ടികളെയും വിട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വീട് വിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന ആ ഒരു ഗ്രേറ്റ് റിനൗൺസിയേഷൻ, അതിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണെന്ത്? ഹോഴ്സ്. ഒരു കുതിരയാണെന്ത്? ബുദ്ധന്റെ ഈ ഒരു ഗ്രേറ്റ് റിനൗൺസിയേഷനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നിർവ്വാണ അല്ലെങ്കിൽ എന്താണ്? അറ്റൈൻമെന്റ് ഓഫ് കേവൽ ജ്ഞാന അല്ലെങ്കിൽ കേവൽ നോളജ്. ആ ഒരു എൻലൈറ്റ്മെന്റ് ബുദ്ധന് ലഭിച്ചത്. പീപ്പിൾ ട്രീയുടെ ചോട്ടിലിരിക്കുമ്പോൾ ബുദ്ധൻ എന്ത് ലഭിക്കുന്നുണ്ട്? ആ ഒരു എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നുണ്ട്. എവിടെ വെച്ച്? ബോധ്ഗയയിൽ വെച്ച്. ബോധി ട്രീയുടെ താഴെ ഇരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ചോട്ടിലിരിക്കുന്ന ആ ഒരു സമയത്ത് ബുദ്ധന് എന്ത് ലഭിക്കുന്നുണ്ട്? ആ ഒരു എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നുണ്ട്. ആ ഒരു എൻലൈറ്റ്മെന്റിന്റെ സിമ്പിൾ ആണ് എന്ത്? ബോധി ട്രീ. അതുപോലെ തന്നെ ബുദ്ധന്റെ ഫസ്റ്റ് സെർമൺ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യത്തെ പ്രഭാഷണം, എൻലൈറ്റ്മെന്റ് ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സെർമൺ. ആ ഒരു സെർമണെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണ് എന്ത്? ധർമ്മചക്ര അല്ലെങ്കിൽ ധർമ്മ വീൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് സെർമൺ എവിടെ വെച്ചിട്ടായിരുന്നു? സാരനാഥിൽ വെച്ചിട്ടായിരുന്നു ബുദ്ധന്റെ ഫസ്റ്റ് സെർമൺ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ബുദ്ധൻ നമ്മൾ പറഞ്ഞിരുന്നു 483 BC യോടുകൂടി ബുദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. ആ ഒരു മരണത്തിനെ പറയുന്നതാണ് എന്ത്? പരിനിർവാണ എന്നാണ് ബുദ്ധന്റെ മരണത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിപ്പേരിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, പാസിംഗ് എവേ ഓഫ് ബുദ്ധ എവിടെ വെച്ചിട്ടായിരുന്നു? കുശിനഗറിൽ വെച്ചിട്ടായിരുന്നു. ആ ഒരു ബുദ്ധന്റെ ഈ ഒരു പാസിംഗ് എവേ അല്ലെങ്കിൽ ഈ ഒരു പരിനിർവാണയെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണെന്ത്? സ്തൂപ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ബുദ്ധിസ്റ്റ് സ്തൂപാസ് ഇന്ത്യയിലേക്ക് നിലവിൽ വരുന്നത്. ബുദ്ധനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുശേഷം വന്ന ബുദ്ധന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിസത്തിലെ സെയിൻസിനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബോധിസത്വാസിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്ന കുറെ സ്തൂപാസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെയൊക്കെ റിമംബറൻസ് ആയിട്ടുള്ള കുറെ അധികം സ്തൂപാസ് ഇന്ത്യയിൽ
ഉണ്ട്. അതെന്താണ്? ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എന്ത്? സ്തൂപാസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്തൂപ കൺസെപ്റ്റ് അത് എവിടെ നിന്നുമാണ് വന്നത്? ബുദ്ധന്റെ മരണത്തെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളായിട്ട് ബുദ്ധിസത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ്, അല്ലെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിളാണ് എന്ത്? സ്തൂപ എന്ന് പറയുന്നത്. ഇനി ആ ഒരു സമയത്തെ ശ്രമണ സ്കൂൾസ് എടുത്താലും അതുപോലെ തന്നെ എന്താണ് ബാക്കി ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ സ്കൂൾസ് എടുത്താലും അവർക്കൊന്നും ഇല്ലാതിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അവരിൽ ചിലർക്ക് മാത്രം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആർക്കുണ്ട്? ബുദ്ധിസത്തിനുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ഇറ്റ് ഡസ് നോട്ട് അക്നോളജ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആൻഡ് സോൾ. അതായത് ദൈവമുണ്ടെന്നോ അല്ലെങ്കിൽ ആത്മാവുണ്ടെന്നോ എന്ത് ചെയ്തിരുന്നില്ല? ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നില്ല, അവര് വാദിച്ചിരുന്നില്ല അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്. ഓക്കെ, ഇനി ബുദ്ധ കെപ്റ്റ് തിങ്സ് സിമ്പിൾ ആൻഡ് ഡിഡ് നോട്ട് ഇൻഡൾജ് ഇൻ കോംപ്ലക്സ് ഫിലോസഫിക്കൽ ഡിസ്കഷൻസ്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ഡിസ്കഷൻസിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? ബുദ്ധിസ്റ്റുകൾ ഒരിക്കലും പോയിട്ടില്ല. ബുദ്ധനും പോയിട്ടില്ല, ബുദ്ധന്റെ ഡിസിപ്പിൾസും എന്ത് ചെയ്തിട്ടില്ല? കോംപ്ലക്സ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ഡിസ്കഷൻസിലേക്ക് പോയിട്ടില്ല. ഓക്കെ, അപ്പം ബുദ്ധ എപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു മിഡിൽ പാത്താണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു മിഡിൽ പാത്താണ് ബുദ്ധിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്കും പോകത്തില്ല, വളരെ ഫീബിൾ ആയിട്ടുള്ള ഡിസ്കഷനിലേക്കും പോകില്ല. പക്ഷെ എന്ത് ചെയ്യും? ഒരു മിഡിൽ പാത്ത് മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ബുദ്ധിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ബുദ്ധിസം എന്ത് ചെയ്തിരുന്നു? ഇറ്റ് അറ്റാക്ഡ് വർണ്ണ സിസ്റ്റം ആൻഡ് ഹെൻസ് വോൺ ദ ഫെയ്ത്ത് ഓഫ് ലോവർ കാസ്റ്റ്. വർണ്ണ സിസ്റ്റത്തെ, ബ്രാഹ്മണിസത്തെ, വേദിക് റിച്വൽസിന്റെ ഒരു സുപ്രീമസിയെ അല്ലെങ്കിൽ വേദങ്ങളുടെ സുപ്രീമസിയൊക്കെ ബുദ്ധനും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകളും എന്ത് ചെയ്തു? ബുദ്ധിസം എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ സപ്പോർട്ട് ആർക്ക് ലഭിച്ചു? ബുദ്ധിസത്തിന് ലഭിച്ചു. ഓക്കെ, ഇറ്റ് മേഡ് എ സ്പെഷ്യൽ അപ്പീൽ ടു ദ പീപ്പിൾ ഓഫ് നോൺ വേദിക് ഏരിയാസ് വെയർ ഇറ്റ് ഫൗണ്ട് വിർജിൻ സോയിൽ ഫോർ കൺവേൻഷൻ. അതായത് നോൺ വേദിക് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്തു? ബുദ്ധിസ്റ്റുകൾ അല്ലെങ്കിൽ ബുദ്ധിസം എന്ത് ചെയ്തു? കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ബുദ്ധ ട്രൈ ടു ഫൈറ്റ് ഈവിൾ വിത്ത് ഗുഡ്നെസ് ആൻഡ് ഹാട്രഡ് വിത്ത് ലവ്. അതായത് ഒരു പൈശാചികമായ ഒരു ശക്തി അല്ലെങ്കിൽ പൈശാചികമായ ഒരു നേച്ചർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബുദ്ധ എന്ത് ചെയ്യും? അതിനെ നല്ലതുകൊണ്ട് അല്ലെങ്കിൽ ഗുഡ്നെസ് കൊണ്ട് അതിനെ എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹാട്രഡിനെ എന്തുകൊണ്ട് ഫൈറ്റ് ചെയ്യും? ലവ് കൊണ്ട് ഫൈറ്റ് ചെയ്യും. അതായത് വെറുപ്പിനെ സ്നേഹം കൊണ്ട് എന്ത് ചെയ്യും? കീഴടക്കാനായിട്ടാണ് ബുദ്ധനും അതുപോലെ തന്നെ ബുദ്ധിസവും ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബുദ്ധിസം എന്താണ്? എപ്പോഴും ഒരു മിഡിൽ പാത്താണ് കൈക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇനി തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ എന്തായിരുന്നു? ഒരു ചെറിയ രീതിയിലുള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു ബുദ്ധിസ്റ്റ് സംഖ്യയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധിസ്റ്റ് സംഖ്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ബുദ്ധന്റെ അമ്മയുടെ ഒരു അഡ്വൈസ് അനുസരിച്ച് അല്ലെങ്കിൽ റിക്വസ്റ്റ് അനുസരിച്ച് പിന്നീട് ബുദ്ധൻ എന്താണ് ചെയ്യുന്നത്? ഈ വിമൺ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ത്രീകളെ കൂടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ബുദ്ധിസ്റ്റ് സംഖ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, അവരെ എന്ത് ചെയ്യുന്നു? ബുദ്ധിസ്റ്റ് സംഖ്യയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവർക്ക് ആ ഒരു സമയത്തും എന്ത് ചെയ്തിരുന്നു? ചില സ്പെഷ്യൽ റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു. ആ ഒരു സ്പെഷ്യൽ റെസ്ട്രിക്ഷൻസിന് പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൂൾസിനെ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് എന്ത്? ഗുരു ധമ്മ. അതായത് ഈ ഒരു ലേഡീസ് ഫോളോ ചെയ്യേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള റൂൾസ്, അതിനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ത്? ഗുരു ധമ്മ എന്ന്. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലേവ്സ് വി ആർ നോട്ട് അലൗഡ് ഇൻ സംഘാസ്. അതായത് സംഘാസിൽ എന്ത് ചെയ്തിരുന്നില്ല? ഒരിക്കലും സ്ലേവ്സിനെ അലോ ചെയ്തിരുന്നില്ല. അപ്പം അതിനർത്ഥം എന്താണ്? ബുദ്ധിസം എന്ത് ചെയ്തിരുന്നു? സ്ലേവറിയെ എതിർത്തിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവരെന്ത് ചെയ്തിരുന്നില്ല? അതായത് അൺടച്ചബിലിറ്റി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അൺടച്ചബിലിറ്റി എന്ത് ചെയ്തിരുന്നു? എതിർത്തിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് പല ബുദ്ധിസ്റ്റ് സംഘാസിലും എന്തുണ്ടായിരുന്നു? ചണ്ടാളാസ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു ബുദ്ധിസ്റ്റ് സംഘാസിൽ സെയിൻസ് ആയിട്ടും അതുപോലെ തന്നെ മോങ്സ് ആയിട്ടും ഒക്കെ ആ ഒരു ബുദ്ധിസ്റ്റ് സംഘാസിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ബുദ്ധ അല്ലെങ്കിൽ ഗൗതം ബുദ്ധ അല്ലെങ്കിൽ ബുദ്ധൻ എന്ത് ചെയ്തിട്ടില്ല? ഒരിക്കലും ദൈവത്തെക്കുറിച്ച് വാദിക്കാൻ നിന്നിട്ടില്ല. അതായത് ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്ത് ചെയ്തിട്ടില്ല? വാദിക്കാൻ നിന്നിട്ടില്ല. ഓക്കെ, അതാണ് ഈ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിസത്തിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. അതായത് കുറെ കോർ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തിരുന്നു? ബുദ്ധിസ്റ്റ് സംഘാസും അതുപോലെ ബുദ്ധനും എന്ത് ചെയ്തിരുന്നു? ബുദ്ധിസത്തിന് വേണ്ടിയിട്ട് ഡിവൈസ് ചെയ്തിരുന്നു. ആ ഒരു കോർ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ കൺസെപ്റ്റ് ആയിരുന്നു എന്ത്? നിർവാണ. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ലൈഫ് ഈസ് ടു അറ്റൈൻ നിർവാണ. അതായത് മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ലൈഫ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ അൾട്ടിമേറ്റും എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മോക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എറ്റേണൽ സ്റ്റേറ്റ് ഓഫ്
പീസ് ആൻഡ് ബ്ലിസ്, വിച്ച് മീൻസ് ലിബറേഷൻ ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അതായത് ഈ മോക്ഷ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്ത പുണ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എങ്ങോട്ടേക്ക് പോകും? നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. നമ്മൾ സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം നമ്മുടെ ഈ പുണ്യങ്ങളുടെയൊക്കെ ഒരു വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭൂമിയിലേക്ക് നമ്മൾ വീണ്ടും എന്താണ്? റീബർത്ത്. നമ്മൾ വീണ്ടും ജനിച്ച് മറ്റൊരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ഒരു ഭൂമിയിലേക്ക് വരും. അതാണ് ഈ ഒരു എന്താ പറയുന്നത്, ഒരു കൺസെപ്റ്റ് ഓഫ് ബർത്ത് ആൻഡ് റീബർത്തിൽ പറയുന്നത്. പഴയ ഫിലോസഫികൾ മുതൽ ഇന്ന് വരെ എന്താണ് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പം ആ ഒരു ചെയിനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മുക്തി നേടണം. അതായത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ പെർമനന്റ് ആയിട്ട്, നമ്മൾ എറ്റേണൽ ആയിട്ട് എവിടെ നമ്മൾ പോകണം? നമ്മൾ സ്വർഗത്തിലേക്ക് പോകണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? മോക്ഷം കിട്ടണം. അങ്ങനെ മോക്ഷം കിട്ടിയാൽ മാത്രമേ നമ്മൾ എറ്റേണൽ ആയിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് പോകുള്ളൂ? സ്വർഗത്തിലേക്ക് പോകുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു കിട്ടുന്ന ആ ഒരു എറ്റേണൽ ആയിട്ടുള്ള ആ ഒരു എറ്റേണൽ ബ്ലിസ്, ആ ഒരു എറ്റേണൽ പീസ് ഓഫ് മൈൻഡ്, അതിനെയാണ് ബുദ്ധിസത്തിൽ എന്തെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? നിർവാണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബുദ്ധിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കർമ്മ കൺസെപ്റ്റ് ആണ്. അതായത് കർമ്മഫലം. നമ്മൾ എന്ത് വിതയ്ക്കുന്നു അത് നമ്മൾ കൊയ്യും. അതായത് നമ്മുടെ പ്രവൃത്തികൾ എന്താണോ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. അതാണ് വാട്ട് യു മേ സോ യു മേ റീപ്പ്. അതായിരുന്നു കർമ്മഫലവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിസത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? അഹിംസയായിരുന്നു. അഹിംസ ആൻഡ് നോൺ വയലൻസ്. അതായത് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ജീവനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. നമ്മൾ ഒരു ജീവനെയും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കൊല്ലാൻ പാടില്ല. ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മാനസികമായോ ശാരീരികമായോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അവരെ വേദനിപ്പിക്കാനോ നോവിക്കാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. ഇതാണ് ബുദ്ധിസത്തിലെ അഹിംസ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് പറയുന്നത്. Okay, ahimsa is based on the premise that all living beings have the spark of divine spiritual energy. Thus, hurting another being is a kin to hurting oneself. അതായത് നീ മറ്റൊരു ജീവനെ നീ നോവിക്കുന്നത് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നത് അത് നിന്നെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റ് ജീവനുകളെ നീ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ബുദ്ധിസത്തിന്റെ അഹിംസ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ബുദ്ധിസത്തിൽ ബുദ്ധ എന്ത് ചെയ്തിട്ടുണ്ട്? ബുദ്ധ ലെയ്ഡ് ഡൗൺ എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഹിസ് ഫോളോവേഴ്സ് ആസ് ഡൺ ബൈ ജൈന. അതായത് ജൈനിസത്തിൽ നമ്മുടെ വർദ്ധമാന മഹാവീര എന്ത് ചെയ്തിരുന്നു? ഒരു കോഡ് ഓഫ് കണ്ടക്ട് കൊടുത്തിരുന്നു ഫോളോവേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബുദ്ധിസത്തിൽ ബുദ്ധനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോഡ് ഓഫ് കണ്ടക്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഡു നോട്ട് കവറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ സ്റ്റീൽ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ കട്ടെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പാടില്ല. ഓക്കെ, അടുത്ത എന്താണ്? ഡു നോട്ട് കമ്മിറ്റ് വയലൻസ്. അതായത് അഹിംസ എന്താണ്? പാടില്ല. ഓക്കെ, ഇനി ഡു നോട്ട് യൂസ് ഇൻടോക്സിക്കൻസ്. നമ്മൾ മദ്യപിക്കാനോ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനോ പാടില്ല. ഡു നോട്ട് സ്പീക്ക് എ ലൈ. നമ്മൾ കളവ് പറയാൻ പാടില്ല. ഡു നോട്ട് ഇൻഡൾജ് ഇൻ എ കറപ്റ്റ് പ്രാക്ടീസ്. അതായത് അഴിമതി പ്രവർത്തനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ വ്യാപിതരാവാൻ പാടില്ല. ഇതൊക്കെയാണ് ബുദ്ധൻ പറഞ്ഞ കുറച്ച് കോർ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇനി ബുദ്ധിസത്തിന്റെ പ്രിൻസിപ്പിൾ എടുക്കുമ്പോഴത്തേക്കും അടുത്ത പ്രധാനമായിട്ട് വരുന്ന കാര്യം എന്താണ്? ബുദ്ധിസ്റ്റ് സംഘായാണ്. ഗൗതം ബുദ്ധ ഇതിനുള്ള നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് സെർമൺ എവിടെ വെച്ചിട്ടാണ്? സാരനാഥിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് സെർമൺ. ആ സാരനാഥിൽ തന്നെ ബുദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ബുദ്ധിസ്റ്റ് സംഘ സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ, ഈ ബുദ്ധിസ്റ്റ് സംഘ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിസത്തിന്റെ ഒരു റിലീജിയസ് ഓർഡർ ആണ്. അതായത് ബുദ്ധൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള ബാക്കി സെയിൻസ്, മോങ്സ്, ഫോളോവേഴ്സ് ഇവരെല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഓർഡർ. അങ്ങനെയുള്ള പല ബുദ്ധിസ്റ്റ് സംഘാസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഫസ്റ്റ് ബുദ്ധിസ്റ്റ് സംഘം എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധൻ സാരനാഥിൽ സ്ഥാപിക്കുന്നുണ്ട്. വിച്ച് വാസ് ഓപ്പൺ ടു എവ്രിബഡി. അതായത് എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് സെക്സ്. ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും വരാം, ഏത് ലിംഗത്തിൽപ്പെട്ട ആൾക്കാർക്കും എന്ത് ചെയ്യാം? ഈ ഒരു ബുദ്ധിസ്റ്റ് സംഘയിലേക്ക് കടന്നു വരാമെന്നാണ് ആര് പറഞ്ഞത്? ബുദ്ധൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തിരുന്നു? വുമൻ വിയർ ഓൾസോ അഡ്മിറ്റഡ് ടു ദ സംഘ. The sole requirement for the monks was to diligently adhere to the rules and regulations of Sangha. അതായത് ഈ ബുദ്ധിസ്റ്റ് സംഘയിൽ എന്തുണ്ടായിരുന്നു? കുറേ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ വരുന്ന മോങ്സിനും അതുപോലെ തന്നെ അവിടെ വരുന്ന ഫോളോവേഴ്സിനും അവർക്ക് ബാധകമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഘയിൽ, ബുദ്ധിസ്റ്റ് സംഘയിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ ഉള്ളത് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? അവർ കറക്റ്റായിട്ട് അനുസരിക്കണം. ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യണം? അവരവരുടെ പ്രവൃത്തികളെ എന്ത് ചെയ്യണം? മോഡുലേറ്റ് ചെയ്യണം.
ചെയ്യണം. അങ്ങനെ ഈ ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫീസും ഡോക്ട്രൈൻസും ഈ സംഖ്യയിലുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവര് അനുസരിക്കുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആ ഒരു മോക്ഷത്തിന്റെ അല്ലെങ്കിൽ നിർവ്വാണയുടെ എൻലൈറ്റ്മെന്റിന്റെ പാതയിലേക്ക് അവര് വരുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഈ ഒരു ബുദ്ധിസ്റ്റ് സംഘാസിൽ തന്നെ എന്താണ്, സെപ്പറേറ്റ് ബ്രാഞ്ചസ് വിയർ എക്സിസ്റ്റഡ് ഫോർ മെൻ ആൻഡ് വുമൺ. മെന്നിന് വേണ്ടിയും വിമണിന് വേണ്ടിയും എന്താണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് സംഘാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു ബുദ്ധിസ്റ്റ് സംഘയിൽ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ബുദ്ധിസത്തിൽ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ എന്താണ്, ദേ ലിവ്ഡ് എ സിമ്പിൾ ലൈഫ്. അതാണ് ഏറ്റവും എത്രത്തോളം ലളിതമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ അത്രത്തോളം ലളിതമായിട്ട് നമ്മൾ ജീവിക്കണം എന്നാണ് ബുദ്ധൻ അവരെ പഠിപ്പിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ഒരാൾ നൽകാതെ, ഒരാൾ കൊടുക്കാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വസ്തുക്കളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്താ പറയാൻ പാടില്ല, നമ്മൾ കട്ടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്തുകൊണ്ട് നമ്മൾ വരാൻ പാടില്ല എന്നും ബുദ്ധൻ എന്ത് ചെയ്തിരുന്നു, ഈ ഒരു ബുദ്ധിസ്റ്റ് മോങ്സിന് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് സംഘയിൽ എന്ത് ചെയ്തിരുന്നു, വന്നിരുന്ന ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി ഈ ബുദ്ധിസ്റ്റ് സംഘയിൽ ഉണ്ടായിരുന്ന മെയിലായിട്ടുള്ള അല്ലെങ്കിൽ മെന്നായിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള ആൾക്കാരെ വിളിച്ചിരുന്നത് എന്താണ്, ബിക്കൂസ് എന്നാണ്. വിമൻ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചിരുന്നത് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്ന പേരെന്താണ്, ബിക്കുനീസ്. ബിക്കൂസ് ആൻഡ് ബിക്കുനീസ്, മാറിപ്പോകരുത്, ബിക്കൂസ് ആൻഡ് ബിക്കുനീസ്. ഇനി ബുദ്ധൻ അദ്ദേഹത്തിന്റെ ഡിസിപ്പിൾസിനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ, ആ ഒരു ബുദ്ധിസ്റ്റ് മോങ്സിനെ, ഈ ബിക്കൂസിനെയും ബിക്കുനീസിനെയും പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ, അതുപോലെ ബുദ്ധിസ്റ്റ് സംഘയിൽ ഉണ്ടായിരുന്ന മൊണാസ്റ്റിക് ഓർഡേഴ്സ്, ഇതിനെയൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്, ധമ്മ എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് ധമ്മ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണ്, ബുദ്ധ. 2 ധമ്മ. മൂന്നാമത്തെ എന്താണ്, സംഘ. ഓക്കെ, അപ്പം ധമ്മ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററീസിലെ അല്ലെങ്കിൽ ബുദ്ധൻ പഠിപ്പിച്ചു കൊടുത്ത ടീച്ചിങ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബുദ്ധിസ്റ്റ് ധമ്മ എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ ഈ ധമ്മ മനസ്സിലാക്കുന്നു, എത്രത്തോളം നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു മോക്ഷം ലഭിക്കുമെന്നാണ് ബുദ്ധിസ്റ്റ് സംഘാസ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ധമ്മ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ധമ്മ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, അതിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സഫറിങ്സിനെ കുറയ്ക്കാൻ പറ്റും. അതായത് ബുദ്ധിസത്തിന്റെ ബേസിക് കൺസെപ്റ്റിൽ, കോർ കൺസെപ്റ്റിൽ പറയുന്ന കാര്യം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതാണ് ഈ ഒരു വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്. ആ സഫറിങ്സിന് കാരണം എന്താണ്, നമ്മുടെ ഡിസൈർസ് ആണ്. ആ ഡിസൈർസിനെ ഇല്ലാതാക്കുക, ആ ഡിസൈർസിനെ ഇല്ലാതാക്കുമ്പോഴാണ് നമ്മുടെ സഫറിങ്സ് കുറയുന്നത്. അതിന് നമ്മൾ എന്ത് ഫോളോ ചെയ്യണം, അതായത് ബുദ്ധിസത്തിൽ പറഞ്ഞേക്കുന്ന കോർ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള 8 പ്രിൻസിപ്പിൾസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം. ഇതാണ് ബുദ്ധിസവും ബുദ്ധനും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സംഘയും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ധമ്മ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കാൻ തുടങ്ങും, നമ്മൾ ധമ്മ പാതയിലേക്ക് വരും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു സഫറിങ്സ്, നമ്മുടെ ഈ ഒരു പെയിൻ അതെന്ത് ചെയ്യും, കുറഞ്ഞു വരുമെന്നാണ് ബുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ബുദ്ധിസത്തിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഫിലോസഫിയിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുവന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 3 jewels ഓഫ് ബുദ്ധിസം നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ സ്ലൈഡിൽ വരുന്ന എന്താണ്, 3 jewels ഓഫ് ബുദ്ധിസം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ബുദ്ധ അല്ലെങ്കിൽ ദ എൻലൈറ്റൻഡ് വൺ. രണ്ടാമത്തെ എന്താണ്, ധമ്മ, ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. മൂന്നാമത്തെ എന്താണ്, സംഘ, നമ്മൾ പറഞ്ഞിരുന്നു ദ മൊണാസ്റ്റിക് ഓർഡർ ഓഫ് ബുദ്ധിസം. ഇനി ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, 3 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബുദ്ധിസം. അതെന്തൊക്കെയാണ്? ഒന്ന് അനിക്ക. അനിക്ക മീൻസ് എന്താണ്, നത്തിങ് ഈസ് പെർമനന്റ്. ഈ ലോകത്തുള്ള ഒന്നും എന്തല്ല, പെർമനന്റ് അല്ല, എല്ലാം എന്താണ്, ശാശ്വതമാണ്, ടെമ്പററി ആണ് എന്ന് പഠിപ്പിക്കുന്ന ബുദ്ധിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്, അനിക്ക. അടുത്ത രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, അനത്ത. അനത്ത മീൻസ് ഡെനൈൽ ഓഫ് സെൽഫ്. നമ്മളെ തന്നെ എന്ത് ചെയ്യുവാണ്, നമ്മൾ തഴയുകയാണ്. നമ്മളായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കൺസെപ്റ്റിലേക്ക്, ഒരു ഇൻഡിവിജ്വലിസത്തിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. അതിനെ നമ്മൾ പറയുന്നത് എന്താണ്, അനത്ത. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്താണ്, ദുഃഖ. ദുഃഖ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോ. ഈ ലോകം മുഴുവൻ എന്താണ്, സങ്കടങ്ങളാണ്. ഈ ലോകം മുഴുവൻ എന്താണ്, മിസറീസ് ആണ്, ദുഃഖങ്ങളാണ് എന്ന് പറയുന്ന ബുദ്ധിസത്തിന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ. അതായത് 3 പ്രിൻസിപ്പിൾസിലെ മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് എന്ത്, ദുഃഖ. ഇനി നമ്മൾ പറയുന്നത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് ബുദ്ധിസത്തിന്റെ എന്താണ്, 4 നോബിൾ ട്രൂത്ത്സ് ഓഫ് ബുദ്ധിസം. അതിൽ 4 നോബിൾ ട്രൂത്ത്സിൽ, അതായത് 4 എന്താണ്, വിശിഷ്ടമായ സത്യങ്ങൾ, ബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചു തന്ന 4 സത്യങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഒന്നെന്താണ്, ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സോറോ. രണ്ടാമത്തെ എന്താണ്, ദ കോസ് ഓഫ് സോറോ എന്താണ്, ദർ ഈസ് എ കോസ് ഓഫ് സോറോ. ഈ ഒരു സോറോസിന്റെ
കോസ് എന്താണ് നമ്മുടെ ഡിസൈർ ആണ്. ദ കോസ് ഓഫ് സോറോ ഈസ് ഡിസൈർ. ഈ ഡിസൈറിന് ബുദ്ധൻ പറഞ്ഞ പേരെന്താണ്? തൻഹ. തൻഹ മീൻസ് എന്താണ്? ഡിസൈർ. ഇനി നാലാമത്തെ ഒരു സത്യം എന്താണ്? ബൈ എൻഡിങ് ഡിസൈർ. ഈ ഒരു ഡിസൈറിനെ നമ്മൾ ഇല്ലാതാക്കിയാൽ യു ക്യാൻ എൻഡ് സോറോ. ഈ ഒരു സോറോ എൻഡായാൽ നമ്മൾ എന്തായിട്ട് മാറും? നമ്മൾ ഒരു എറ്റേണൽ പീസിലേക്ക്, ഒരു എറ്റേണൽ ബ്ലിസ്സിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ പോകും. അത് നമുക്ക് എങ്ങനെ സാധിക്കും? ദിസ് ക്യാൻ ബി ഡൺ ബൈ ഫോളോവിങ് മോഡറേഷൻ ഇൻ എവറിത്തിങ് വൺ ഡസ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മോഡറേഷൻ കൊണ്ടുവരണം, ഒരു മിഡിൽ പാത്ത് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ എന്ന് കൊണ്ടുവരാൻ സാധിക്കുന്നു അന്ന് നമ്മൾ എന്തായിട്ട് മാറും? നമ്മൾ ഒരു എറ്റേണൽ പീസിലേക്ക്, ഒരു എറ്റേണൽ ബ്ലിസ്സിലേക്ക് നമ്മൾ എത്തും. ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻലൈറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ബുദ്ധിസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു മിസറീസ് നമുക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഡിസൈർസിനെ നമുക്ക് ഇല്ലാതാക്കണം. ആ ഡിസൈർസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു ലിബറേഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, മോക്ഷത്തിലേക്ക് നമ്മൾ എത്തുന്നതിന്, അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 8 ഫോൾഡ് പാത്ത്, എന്താണ്? ഒരു അഷ്ടാംഗ പാത, ഒരു അഷ്ടാംഗ മാർഗ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് ബുദ്ധൻ പറയുന്നത്. അതിൽ ആദ്യത്തെ മാർഗമാണ്, അല്ലെങ്കിൽ ഈ അഷ്ടാംഗ മാർഗത്തിൽ ആദ്യത്തെ ഫാക്ടറാണ് എന്ത്? റൈറ്റ് വിഷൻ ബൈ റിമൂവിങ് ഇഗ്നോറൻസ്. ഇഗ്നോറൻസിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശരിയായ വിഷനിലേക്ക്, നമ്മൾ ശരിയായ ദർശനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തണം. അതിന് പറയുന്നതാണ് എന്ത്? സമ്യക് ദൃഷ്ടി. രണ്ടാമത്തെയാണ് എന്ത്? റൈറ്റ് റിസോൾവ്, സ്ട്രോങ് വിൽ പവർ ടു ഡിസ്ട്രോയ് തോട്ട്സ് ആൻഡ് ഡിസൈർസ് ദാറ്റ് ഹാം അതേഴ്സ്. മറ്റുള്ളവരെ ഹാം ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യതയുള്ള നമ്മുടെ തോട്ട്സും നമ്മുടെ ഡിസൈർസിനെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണം. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിൽ പവർ വേണം. അങ്ങനെയുള്ള ഈ ഒരു രണ്ടാമത്തെ ഫാക്ടറിനെ പറയുന്നതാണ് എന്ത്? സമ്യക് സങ്കല്പ. ഏറ്റവും റൈറ്റ്ഫുൾ ആയിട്ടുള്ള തോട്ട്സ് ആൻഡ് ഡിസൈർസ്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് എന്ത്? റൈറ്റ് സ്പീച്ച്. മൂന്നാമത്തെ ഫാക്ടർ ആണെന്ത്? റൈറ്റ് സ്പീച്ച്. ടു അവോയ്ഡ് ഫോൾസ് ആൻഡ് അൺപ്ലസന്റ് വേർഡ്സ്. കള്ളത്തരം പറയാതിരിക്കുക, അതുപോലെ തന്നെ അൺപ്ലസന്റ് ആയിട്ടുള്ള വേർഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതിന് പറയുന്നതാണ് എന്ത്? സമ്യക് വാണി. സമ്യക് വാണി. ഓക്കെ, ഇനി നാലാമത്തെ ഫാക്ടർ ആണ് എന്ത്? റൈറ്റ് കണ്ടക്ട്. ടു അവോയ്ഡ് ആക്ടിവിറ്റീസ് ലൈക്ക് തെഫ്റ്റ്, എക്സസീവ് ഈറ്റിംഗ് എക്സെട്ര. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അധികം ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാളുടെ മുതലിനെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മോഷ്ടിക്കാൻ പാടില്ല. ഓക്കെ, ഇതിന് പറയുന്നതാണ് എന്താ? അതായത് ശരിയായ കർമ്മം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം, അതായത് ശരിയായ പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം. അതിന് പറയുന്നതാണ് എന്ത്? സമ്യക് കർമ്മ. അതായത് ഏറ്റവും റൈറ്റ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസസ്, ഏറ്റവും റൈറ്റ്ഫുൾ ആയിട്ടുള്ള പ്രവൃത്തികൾ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഫാക്ടർ, അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗത്തിലെ അഞ്ചാമത്തെ മാർഗം ആണെന്ത്? റൈറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ഏറ്റവും റൈറ്റ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും സത്യസന്ധമായിട്ടുള്ള, ഏറ്റവും ശരിയായിട്ടുള്ള ഒരു ലൈവ്ലിഹുഡാണ് ആർക്കുണ്ടാവുന്നത്? നമുക്ക് ഉണ്ടാവേണ്ടത്. ടു ഏൺ ബ്രെഡ് ആൻഡ് ബട്ടർ ബൈ റൈറ്റ് മീൻസ്. ഒരാളെ വെട്ടിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരാളെ ആപത്തിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ലൈവ്ലിഹുഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? റൈറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതിന് പറയുന്നതാണ് എന്ത്? സമ്യക് അജീവിക. സമ്യക് അജീവിക. ഇനി ആറാമത്തെ അഷ്ടാംഗമാർഗത്തിലെ ആറാമത്തെ പോയിന്റ് ആണ് എന്ത്? റൈറ്റ് എഫോർട്ട്. ടു അവോയ്ഡ് ബാഡ് ഫീലിങ്സ് ആൻഡ് ടു ഹാവ് സെൽഫ് കൺട്രോൾ. അതായത് ബാഡ് ഫീലിങ്സ് ഒന്നും ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ബാഡ് ഫീലിങ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ സംയമനം പാലിക്കണം. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? നമ്മൾ സെൽഫ് കൺട്രോളിലായിരിക്കണം. അതിന് പറയുന്നതാണ് എന്ത്? സമ്യക് വ്യായാം. ഇനി ഏഴാമത്തെ പോയിന്റ് ആണ് എന്ത്? റൈറ്റ് മൈൻഡ്ഫുൾനെസ്. അതായത് ടു കീപ്സ് വൺ ബോഡി, ഹാർട്ട് ആൻഡ് മൈൻഡ് ഇൻ റൈറ്റ് ഫോം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും, അതായത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ശരിയായ രൂപത്തിലായിരിക്കണം, ഒരു റൈറ്റ് പാത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയും നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിന് പറയുന്നതാണ് എന്ത്? സമ്യക് സ്മൃതി. ഇനി എട്ടാമത്തെ, അവസാനത്തെ അഷ്ടാംഗ മാർഗത്തിലെ എട്ടാമത്തെ പോയിന്റ് ആണ് എന്ത്? റൈറ്റ് കോൺസെൻട്രേഷൻ. ഇഫ് എ പേഴ്സൺ പെർസ്യൂ എബോവ് 7 റൈറ്റ്സ്, അതായത് മേളിലത്തെ 7 റൈറ്റ്സ്, അതായത് 7 റൈറ്റ്സ്, ഈ 7 മാർഗങ്ങൾ നമുക്ക് കിട്ടി.
പക്ഷേ നമുക്കെന്താണ്, നമുക്ക് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ ഒരു റൈറ്റ് കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് എൻലൈറ്റൻ ആവാൻ സാധിക്കില്ല, നമുക്ക് ആ ഒരു എറ്റേണൽ പീസിലേക്ക് അല്ലെങ്കിൽ എറ്റേണൽ ബ്ലിസ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അപ്പം ഈ എട്ടാമത്തെ ഈ ഒരു ഫാക്ടർ, ഈ ഒരു റൈറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അഷ്ടാംഗ മാർഗത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു നിർവാണ, നിർവാണ എന്ന് പറയുന്ന ഈ ഒരു എൻലൈറ്റ്മെന്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, റൈറ്റ് കോൺസെൻട്രേഷൻ, ഏറ്റവും ശരിയായ കോൺസെൻട്രേഷൻ ഉള്ള വ്യക്തികൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എൻലൈറ്റൻ ആവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആര് പഠിപ്പിക്കുന്നു? ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ എൻലൈറ്റൻ ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ ഒരു ഡിസൈർസ് കാരണമുള്ള ഈ ഒരു സോറോസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇനി ബുദ്ധൻ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ ഡിസിപ്പിൾസിനോട് അല്ലെങ്കിൽ ഈ ബുദ്ധിസത്തിന്റെ ഫോളോവേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കണം, നിങ്ങൾ വിട്ടു നിൽക്കണം, മാറി നിൽക്കണം എന്ന് ബുദ്ധൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു 10 കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെയാണ് എന്ത്, ടു അബ്സ്റ്റെയിൻ ഫ്രം ഈറ്റിംഗ് ഫോർബിഡൻ ഐറ്റംസ്. ഈ സ്ലൈഡിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ടൈംസ് എന്നാണ് നടക്കുന്നത്, ടൈംസ് അല്ല, എന്താണ് അബ്സ്റ്റെയിൻ ഫ്രം ഈറ്റിംഗ് ഫോർബിഡൻ ഐറ്റംസ്. അതുപോലെ തന്നെ എന്താണ് ഫോൾസ് സ്പീച്ച്, നമ്മൾ അഷ്ടാംഗ മാർഗത്തിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്ത്, ഫോൾസ് സ്പീച്ച്. അതുപോലെ തന്നെ ടു അബ്സ്റ്റെയിൻ ഫ്രം എന്താണ് ഈവിൾ ബിഹേവിയർ, ഡാൻസ് ആൻഡ് മ്യൂസിക്, സ്ലീപ്പിംഗ് ഓൺ ബ്രോഡ് ബെഡ്, അതായത് വലിയ ബെഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വളരെ വിശാലമായിട്ട് കിടന്നുറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ചെറിയ ഞാരോ ബെഡാണെങ്കിൽ അതിൽ എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു മോഡറേറ്റ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ടു അബ്സ്റ്റെയിൻ ഫ്രം റിസീവിങ് ഗിഫ്റ്റ്സ് ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ, അതായത് സ്വർണത്തിലും വെള്ളിയിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ജുവല്ലറി, പെർഫ്യൂംസ് ആൻഡ് ഗാർലാൻഡ്സ്, അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആഭരണങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ അതുപോലെ എന്താണ് പൂച്ചെണ്ടുകളോ പൂമാലകളോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ടു അബ്സ്റ്റെയിൻ ഫ്രം കൺസ്യൂമിങ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, അതായത് ഇൻടോക്സിക്കേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിട്ടു നിൽക്കണം. ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് ടു അബ്സ്റ്റെയിൻ ഫ്രം ഹാമിങ് ലിവിങ് ബീങ്സ്, നമ്മൾ എന്താണ് അഹിംസയുടെ പാതയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതുപോലെ തന്നെ 10ാമത്തെ പോയിന്റാണ് അല്ലെങ്കിൽ 10ാമത്തെ കാര്യമായിരുന്നത് ടു അബ്സ്റ്റെയിൻ ഫ്രം ടേക്കിംഗ് വാട്ട് ഈസ് നോട്ട് ഗിവൺ. ഒരാൾ നമുക്കൊരു ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അയാൾ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി അത് നമുക്ക് തരാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിസത്തിന് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളുടെ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ട്, സോഷ്യൽ ഓർഡർ ആൻഡ് ലെജിസ്ലേഷൻ ഓഫ് ബുദ്ധിസം. അതിൻ്റെ അകത്ത് സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ മൊണാസ്റ്റിക് ഓർഡറിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം വരുന്ന ആരാണ്, ബുദ്ധയാണ്. ബുദ്ധന് ശേഷം വരുന്ന ആരാണ്, ബുദ്ധിസ്റ്റ് സംഘാസ് ആണ്, സംഘ. അതിനുശേഷം വരുന്ന ആരാണ്, ബുദ്ധിസ്റ്റ് മോങ്സ്. ഈ മോങ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബുദ്ധിസ്റ്റ് സംഘാസിൽ താമസിച്ചുകൊണ്ട് അവിടെയുള്ള ഈ ഒരു ഈ മോങ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സംഘ എന്ന് പറയുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബുദ്ധിസ്റ്റ് മോങ്സ്, പിന്നെ അതിന് താഴെ വരുന്നതാണ് ആര്, ഈ ഒരു ബുദ്ധിസത്തെ ഫോളോ ചെയ്യുന്ന ബാക്കി ഡിസിപ്പിൾസ്. അതാണ് ആക്ച്വലി ഈ ഒരു ബുദ്ധിസത്തിന്റെ ഒരു സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ഒരു മൊണാസ്റ്റിക് ഓർഡർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പം സ്ലൈഡിലുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, അതിൽ പറയുന്ന ഫസ്റ്റ് കാര്യം എന്താണ്, ദ ബുദ്ധിസ്റ്റ് സോഷ്യൽ ഹൈറാർക്കി സെന്റേഴ്സ് ഓൺ ദ സംഘാസ് ഓർ ഓർഡർ ഓഫ് ഡിസിപ്ലിൻസ്. ഓക്കെ, ഇനി ദ സംഘാസ് ആർ ദ ഗ്രൂപ്സ് ഓഫ് മോങ്സ് ഹു കൺവേ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ബുദ്ധ അക്രോസ് ദ വേൾഡ്. ഇനി മോങ്സ് ആർ യൂഷ്വലി ബേസ്ഡ് ഇൻ മൊണാസ്റ്ററീസ് ടീച്ചിങ് സ്റ്റുഡൻസ് ടു സ്പ്രെഡ് ദെയർ ടീച്ചിങ്സ് വേൾഡ് വൈഡ്. ഈ മോങ്സ് എപ്പോഴും എവിടെ ഉണ്ടായിരിക്കും, ഈ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററീസിൽ ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, ഇവരുടെ ഈ ഒരു സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, ഈ ഒരു ബുദ്ധിസത്തിന്റെ പ്രിൻസിപ്പിൾസ് പഠിപ്പിച്ചു കൊടുക്കും. അവരാണ് എന്ത് ചെയ്യുന്നത്, ഇത് ലോകത്തുടനീളം സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം വരുന്ന ആരായിരുന്നു, ബുദ്ധന് ശേഷം ബുദ്ധിസ്റ്റ് സംഘാസ്, പിന്നെ വരുന്നത് എന്താണ്, മോങ്സ്, പിന്നെ വരുന്നത് ഡിസിപ്പിൾസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ആണ്. 4 ബുദ്ധിസ്റ്റ് കൗൺസിൽസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബുദ്ധിസത്തിന്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ബുദ്ധിസത്തിലുണ്ടായിരുന്ന പല ഈ ബുദ്ധന്റെ കുറെ ടീച്ചിങ്സ് ഉണ്ടായിരുന്നു, ദമ്മാസ് ഒക്കെ. ആ ദമ്മാസിന്റെയൊക്കെ കമ്പൈലേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ബുദ്ധിസത്തിലെ സ്പ്ലിറ്റുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ബുദ്ധിസ്റ്റ് കൗൺസിൽസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള 4 ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കൗൺസിൽ
483 BC-യിലാണ് നടന്നത്. അതിന്റെ വെന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയായിരുന്നു? രാജഗൃഹയിലുള്ള സപ്തപർണി കേവ് ആയിരുന്നു. അതിന്റെ ചെയർമാൻ, ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരായിരുന്നു? മഹാകസപ്പയായിരുന്നു ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി പാട്രോൺ, റോയൽ പാട്രോൺ, ഈ ഒരു ബുദ്ധിസ്റ്റ് കൗൺസിലിനെ സ്പോൺസർ ചെയ്ത ആ ഒരു സമയത്തെ രാജാവ് ആരായിരുന്നു? അജാതശത്രുവായിരുന്നു. ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ അജാതശത്രുവായിരുന്നു ഈ ഒരു ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ റോയൽ പാട്രോൺ എന്ന് പറയുന്നത്. ഇനി ഇതിലെ റിസൾട്ട്സ് എന്തൊക്കെയാണ്? ഈ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ ഇവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുത്തപിടക ആൻഡ് വിനയപിടക വിയർ കമ്പൈൽഡ് ബൈ അനന്ത ആൻഡ് ഉപാലി. എന്ത് ചെയ്തു? സുത്തപിടക ആര് കമ്പൈൽ ചെയ്തു? അനന്ത കമ്പൈൽ ചെയ്തു. അതുപോലെ തന്നെ വിനയപിടക വാസ് കമ്പൈൽഡ് ബൈ ഉപാലി. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഈ സുത്തപീഠകയും വിനയപീഠകയും കമ്പയർ ചെയ്ത് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ത് ചെയ്തു? റിസൈറ്റ് ചെയ്തു. അതാണ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ, ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്ന് 100 വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നു. എവിടെ വെച്ചിട്ടാണ്? വൈശാലിയിൽ വെച്ചിട്ടാണ്. വൈശാലിയിലുള്ള ചുള്ളവങ്ക എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? സബകാമി ആയിരുന്നു ഈ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് പറയപ്പെടുന്നത്. റോയൽ പാട്രൺ ആയിട്ട് നമ്മൾ പറയുന്ന ആരെയാണ്? കാലശോകയാണ്. ശിശുനാഗ ഡൈനാസ്റ്റി, ഹരിയങ്ക ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന ഡൈനാസ്റ്റിയാണ് ഇത് ശിശുനാഗ ഡൈനാസ്റ്റി. ഈ ശിശുനാഗ ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്ന കാലശോകയാണെന്ത്? സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ റോയൽ പാട്രോൺ എന്ന് പറയപ്പെടുന്നത്. ഇനി ഈ സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധിസം എന്ത് ചെയ്യുന്നു? 2 സെക്റ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യപ്പെടുന്നു. അത് ഏതൊക്കെയായിരുന്നു ആ സെക്റ്റുകൾ? സ്ഥാപിറവാദിൻസ് ആൻഡ് മഹാസംഘികാസ്. സ്ഥാപിറവാദിൻസ് ആൻഡ് മഹാസംഘികാസ് എന്നുള്ള 2 സെക്റ്റായിട്ട് ബുദ്ധിസം ആദ്യമായിട്ട് ബുദ്ധിസത്തിന് എന്ത് ചെയ്യുന്നു? ഒരു പിളർപ്പ് രൂപപ്പെടുന്നു. 2 ഫാക്ഷൻസ് ആയിട്ട് ബുദ്ധിസം മാറുന്നു. സ്ഥാപിറവാദിൻസ് ആൻഡ് മഹാസംഘികാസ്. ഇത് സംഭവിക്കുന്ന ഏത് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്? സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. ഇനി തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്ന എപ്പോഴാണ്? 250 BC-യിലാണ്. നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നമുക്കൊക്കെ വളരെ അറിയുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഏൻഷ്യന്റ് കിങ് ആയിരുന്ന ആരാണ്? അശോകയാണ് ഈ ഒരു തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ റോയൽ പാട്രൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരായിരുന്നു? മൊഗാലിപുത്ത ടിസ്സയായിരുന്നു തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് പറയപ്പെടുന്നത്. ഈ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്ന സ്ഥലം ഏതാണ്? പാടലിപുത്രത്തിലെ അശോകരാമ വിഹാർ. അവിടെ വെച്ചിട്ടാണ് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്താണ്? സുത്തപീഠകയും വിനയപീഠകയും എന്ത് ചെയ്തിരുന്നു? കമ്പോസ് ചെയ്തിരുന്നു. ബുദ്ധിസത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, 3 സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. അതാണ് ഏതൊക്കെ? ഈ സുത്തപീഠക, വിനയപീഠക, പിന്നെ വരുന്നതാണ് എന്ത്? അഭിധമ്മ പീഠക. ഈ അഭിധമ്മ പീഠക കമ്പയർ ചെയ്തത് ഏത് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്? തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിസ്റ്റ് മിഷണറീസിന് എന്ത് ചെയ്യുന്നു? ലോകത്തുടനീളം ഈ ബുദ്ധിസത്തിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടണമെന്ന് എന്ത് ചെയ്യുന്നു? ഈ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ തീരുമാനിക്കുന്നു. ഇനി ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്ന എപ്പോഴാണ്? ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത് 98 AD-യിലാണ്. 98 AD-യിൽ കുഷാന ഡൈനാസ്റ്റിയിലുള്ള ആരാണ്? നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു വ്യക്തിയാണ് ആര്? കനിഷ്കയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ റോയൽ പാട്രോൺ എന്ന് പറയപ്പെടുന്നത്. ഒരു ചെയർമാനും ഒരു വൈസ് ചെയർമാനും ഈ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിനുണ്ടായിരുന്നു. ചെയർമാൻ ആരായിരുന്നു? വസുമിത്ര. വൈസ് ചെയർപേഴ്സൺ ആരായിരുന്നു? അശ്വഘോഷ. അതായത് ചെയർമാൻ വസുമിത്ര, വൈസ് ചെയർപേഴ്സൺ അശ്വഘോഷ. ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഈ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിലെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിച്ചത്? കമ്പൈലേഷൻ ഓഫ് എന്താണ്? മഹാവിഭാസ ശാസ്ത്ര, സാൻസ്ക്രിറ്റ് കമന്റ് ഓൺ 3 പീഠക. 3 പീഠക ഏതൊക്കെയാണ്? സുത്തപീഠക, വിനയപീഠക ആൻഡ് അഭിധമ്മ പീഠക. ഇതിന്റെ 3ന്റെയും എന്താണ്? ഒരു സാൻസ്ക്രിറ്റ് കമന്റ്. അതെന്ത് ചെയ്യുന്നു? ഈ ഒരു ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ കമ്പൈൽ ചെയ്യുന്നു. ഇനി എന്താണ്? ഈ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷൻ ബുദ്ധിസത്തിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ബുദ്ധിസ്റ്റുകൾ എന്തൊക്കെയായിട്ട് മാറുന്നു? ഹീനയാന ബുദ്ധിസമായിട്ടും മഹായാന ബുദ്ധിസമായിട്ടും മാറുന്നു. അതായത് എന്താണ്? ഹീനയാന ബുദ്ധിസം മീൻസ് എന്താണ്? ലെസർ വെഹിക്കിൾ അല്ലെങ്കിൽ ലെസർ വീൽ ഓഫ് ബുദ്ധിസം. മഹായാന ബുദ്ധിസം അല്ലെങ്കിൽ എന്താണ്? ഹയർ വീൽ ഓഫ് ബുദ്ധിസം എന്നുള്ള 2 പ്രധാനപ്പെട്ട ഫാക്ഷൻസ് ആയിട്ട് ബുദ്ധിസം വേർപിരിയുന്നത് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ വെച്ചിട്ടായിരുന്നു.
ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ പ്രിൻസിപ്പിൾസ്, ഡോക്ട്രൈൻസ്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിസത്തിന്റെ വേരിയസ് ഫാക്ഷൻസ്, അതായത് ബുദ്ധിസത്തിലെ സെക്സ് ഓഫ് ബുദ്ധിസം എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ആയത്, ഏതൊക്കെ ഫാക്ഷൻസ് ഒക്കെ ആയിട്ടാണ് ഡിവൈഡ് ആയത് എന്നുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്ത് എങ്ങനെയാണ്, അതായത് ഫാക്ഷൻസ് ഓഫ് ബുദ്ധിസത്തിലേക്ക് നമ്മളെ എത്തിച്ചത് UPSC മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അതിൽ ചില ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തിലേക്ക് പോകും? നമ്മൾ ഈ ഒരു ബുദ്ധിസത്തിന്റെ ഫാക്ഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്കഷൻ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ആ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. വിത്ത് റെഫറൻസ് ടു ദ റിലീജിയസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ജൈനിസത്തിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു? കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബുദ്ധിസത്തിന്റെ സമയത്ത് നമുക്ക് എന്തുണ്ട്? കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക്, അതായത് ഈ ഒരു ഫാക്ഷൻസ് ഓഫ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ട്? നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്ഥാവരവാദിൻസ് ബിലോങ് ടു മഹായാന ബുദ്ധിസം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ലോകോത്തരവാദിൻ സെക്ട് വാസ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് ദ മഹാസംഘിക സെക്ട് ഓഫ് ബുദ്ധിസം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഡീഫിക്കേഷൻ ഓഫ് ബുദ്ധ ബൈ മഹാസംഘികാസ് ഫോസ്റ്റേഡ് മഹായാന ബുദ്ധിസം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ്? എന്നിട്ട് ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഓപ്ഷൻ എ എന്താണ്? 1 and 2 only. ഓപ്ഷൻ ബി 2 and 3 only. ഓപ്ഷൻ സി 3 only. ഓപ്ഷൻ ഡി 1, 2 and 3. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം എന്താ? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? 2 and 3 only. സിമ്പിൾ ആണ്. എന്താണ്? സ്ഥാവരവാദിൻസ് ബിലോങ് ടു മഹായാന ബുദ്ധിസം അല്ല, സ്ഥാവരവാദിൻസ് ബിലോങ്സ് ടു എന്താണ്? ഹീനയാന ബുദ്ധിസം. അതായത് സ്ഥാവരവാദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിസം എങ്ങനെയായിരുന്നു തുടക്കത്തിൽ, പഴയ ഓൾഡ് ബുദ്ധിസം, ബുദ്ധൻ എങ്ങനെയായിരുന്നു, ബുദ്ധന്റെ ടീച്ചിങ്സ് എങ്ങനെയായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഒരു എന്താ പറയുന്നത്, ആ ഒരു സ്വത്തത എങ്ങനെയാണോ, ബുദ്ധൻ എങ്ങനെയാണോ അതിനെ കൊണ്ടുവന്നത്, അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് സ്ഥാവരവാദിൻസ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ മഹായാന ബുദ്ധിസത്തിലെ മഹായാനിസ്റ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് പുതിയ പുതിയ രീതികളിലേക്ക് മാറിയ ആൾക്കാരാണ്. അപ്പം സ്ഥാവരവാദിൻസ് എന്തല്ല മഹായാന ബുദ്ധിസത്തിന്റെ അല്ല. സ്ഥാവരവാദിൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ഹീനയാന ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്റ്റാണ് ഇത് സ്ഥാവരവാദിൻസ്. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ലോകോത്തരവാദിൻ സെക്ട് വാസ് ആൻ ഓഫ്ഷൂട്ട് ഓഫ് മഹാസംഘിക സെക്ട് ഓഫ് ബുദ്ധിസം. അത് ശരിയാണ്. ലോകോത്തരവാദിൻസ് എന്താണ്? മഹാസംഘികാസിന്റെ ഒരു ഓഫ്ഷൂട്ടാണ്. നമ്മൾ ഇനി അതിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഡിസ്കഷൻ നമ്മൾ കൊണ്ടുപോകും. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ ഡീഫിക്കേഷൻ ഓഫ് ബുദ്ധ, അതായത് ബുദ്ധനെ ഒരു ഐഡോൾ ആക്കി, ബുദ്ധനെ ഒരു എന്താണ്, ബുദ്ധന്റെ സ്റ്റാച്യൂസിന് എന്ത് ചെയ്യുന്നു? നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു. ബുദ്ധന്റെ ഐഡോൾസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? വർഷിപ്പ് ചെയ്യുന്നു. അങ്ങനെ എന്താണ്? ഡീഫിക്കേഷൻ ഓഫ് ബുദ്ധ അതാരാണ് കൊണ്ടുവരുന്നത്? മഹാസംഘികാസ് ആണ്. മഹാസംഘികാസ് ആരുടെ സെക്റ്റാണ്? നമ്മുടെ മഹായാന ബുദ്ധിസത്തിന്റെ സെക്റ്റാണ്. ഇനി നമ്മൾ ഈ ബുദ്ധിസത്തിന്റെ ഓഫ് ഷൂട്ട്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ എന്ത് സംഭവിച്ചു? ബുദ്ധിസം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ പിളർപ്പുണ്ടാകുന്നു. എന്തൊക്കെയായിട്ട് മാറുന്നു? 2 ഫാക്ഷൻസ് ആയിട്ട് മാറുന്നു, സ്ഥാവരവാദിൻസും മഹാസംഘികാസും അല്ലെ. അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ ഫസ്റ്റ് സെഞ്ചുറി AD 98 AD എന്ത് ചെയ്യുന്നു? ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നുണ്ട്. ആ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിൽ എന്തൊക്കെയായിട്ട് മാറുന്നു? ബുദ്ധിസം വേറെ അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ഓഫ് ഷൂട്ട്സ് ആയിട്ട് മാറുന്നു. ഏതൊക്കെയാണ്? ഹീനയാന ബുദ്ധിസം ആൻഡ് മഹായാന ബുദ്ധിസം. ഇനി 2017 UPSC നമ്മളോട് ചോദിച്ചാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ജൈനിസത്തിന്റെയും ബുദ്ധിസത്തിന്റെയും സെക്റ്റുകളുമായിട്ട് അല്ലെങ്കിൽ ഫാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് UPSC നമ്മളോട് ചോദിച്ച 2017 ഒരു ചോദ്യമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് റെഫറൻസ് ടു ദ റിലീജിയസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? സൗദാന്ത്രിക ആൻഡ് സമ്മിതിയ വിയർ ദ സെക്സ് ഓഫ് ജൈനിസം. രണ്ടാമത്തെയാണെന്ത്? സർവസ്തിവാദിൻ ഹെൽഡ് ദാറ്റ് ദ കോൺസ്റ്റുവൻസ് ഓഫ് ഫിനോമിന വിയർ നോട്ട് ഹോളി മൊമെന്ററി ബട്ട് എക്സിസ്റ്റഡ് ഫോർ എവർ ഇൻ ലേറ്റന്റ് ഫോം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ശരി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സൗദാന്ത്രിക ആൻഡ് സമ്മിതി എന്താണ്? സെക്സ് ഓഫ് ബുദ്ധിസമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയാണ്. സോ ആൻസർ എന്താണ്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ്? ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? only 2. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബുദ്ധിസത്തിന്റെ ഈ ഓഫ് ഷൂട്ട്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ്? ഡിഫറെന്റ് വേരിയൻസ് ഓഫ് ബുദ്ധിസം. അതിൽ ആദ്യം വരുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള 3 സ്കൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സ്ഥാവരവാദിൻസ്, രണ്ടാമത്തെ എന്താണ്? വിഭജ്ജവാദ, മൂന്നാമത്തെ എന്താണ്? സമ്മിതിയ.
ഈ 3 ഫാക്ഷൻസ് ആയിരുന്നു ബുദ്ധിസത്തിന്റെ കുറച്ച് ഓൾഡസ്റ്റ് ഫാക്ഷൻസ് ആയിരുന്നു. ഇതിൽ സ്ഥാവരവാദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഒറിജിനൽ തേരാവാദ സ്കൂൾ ഫ്രം വിച്ച് പാലി കനോൺ എമേർജ്ഡ്. അതായത് ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാംഗ്വേജ് ഏതാണ്? പാലിയാണ്. പാലി കനോൺ മീൻസ് പാലി സ്ക്രിപ്റ്റേഴ്സ്, ഏറ്റവും വിശിഷ്ടമായ പാലി ഗ്രന്ഥങ്ങൾ, ബുദ്ധിസത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ പാലി ഗ്രന്ഥങ്ങൾ. അത് എവിടെ നിന്നാണ് വന്നത്? സ്ഥാവരവാദൻസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇറ്റ് എംഫസൈസ്ഡ് ദ 4 നോബിൾ ട്രൂത്ത്സ് ആൻഡ് ലിബറേഷൻ ത്രൂ അർഹൻഷിപ്പ്. അതായത് ഈ ബുദ്ധിസത്തിൽ പറഞ്ഞിട്ടുള്ള, ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള 4 നോബിൾ ട്രൂത്ത്സിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ഥാവരവാദൻസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അരിഹൻഷിപ്പിലേക്ക്, അതായത് നമ്മളൊരു എൻലൈറ്റ്മെന്റിലേക്ക് നമ്മൾ പോകണമെന്നാണ് സ്ഥാവരവാദൻസ് പറയുന്നത്. ഓക്കെ, ഇവർ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഡോമിനന്റ് എവിടേക്കാണ്? സൗത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇനി രണ്ടാമത്തെയാണ് എന്ത്? വിഭജവാദം. ഈ വിഭജവാദയിൽ നിന്നുമാണ് ആക്ച്വലി എന്ത് വരുന്നത്? തേരാവാദ സെറ്റപ്പ് അല്ലെങ്കിൽ തേരാവാദ ബുദ്ധിസം ഉടലെടുത്ത് വരുന്നത്. ഓക്കെ, ഈ ആൻ ഓഫ് ഷൂട്ട് ഓഫ് ദ സ്ഥാവരവാദ സ്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥാവരവാദൻ സ്കൂളിന്റെ ഒരു ഓഫ് ഷൂട്ട് ആണ് ഇത് ഈ വിഭജവാദ എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പാലി കനോണിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? കുറെ അധികം വർക്ക്സ് ഇവർ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് ടീച്ചിങ്സ് ഫ്രം ദ ബേസിക്സ് ഓഫ് മോഡേൺ തേരാവാദ ബുദ്ധിസം. അതായത് ഇപ്പം നിലവിലുള്ള മോഡേൺ തേരാവാദ ബുദ്ധിസം ഉണ്ട്. ഇപ്പം നിലവിൽ കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന തേരാവാദ ബുദ്ധിസം ഉണ്ട്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഒരു ഡിനോട്ട് ചെയ്തതും അതുപോലെ തന്നെ അതിനെ കമ്പയർ ചെയ്ത് അതിനൊരു കോൺക്രീറ്റ് ഒരു സ്ട്രക്ചർ കൊടുത്തത് ആരാണ്? ഈ വിഭജവാദിൻസ് ആണ്. വിഭജവാദ സ്കൂൾ ഓഫ് ബുദ്ധിസം ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് എന്ത്? സമ്മിതിയ സ്കൂൾ ഓഫ് ബുദ്ധിസം. ഇത് എന്താണ്? ഒരു എയർലി സ്കൂളാണ്. ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ ദ ഡെഫിനിറ്റീവ് ആൻഡ് ഇന്റർപ്രിറ്റേറ്റീവ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. അതായത് ബുദ്ധൻ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണ്? ഡെഫിനിറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോഴും അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴും എന്താണ്? അതും രണ്ടും എന്താണ്? രണ്ടാണ്. രണ്ടിനും എന്ത് ചെയ്യുന്നുണ്ട്? കുറെ വ്യത്യാസമുണ്ട്. കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്? നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തന്നൊരു സെക്റ്റാണ് ഇത് സമ്മിതിയ സെക്ട് എന്ന് പറയുന്നത്. പക്ഷെ എന്താണ്? ഒരു മിഡീവൽ ടൈംസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഈ സമ്മിതിയ സെക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ ഇല്ലാതാകുന്നുണ്ട്. ഇനി 4th ബുദ്ധിസ്റ്റ് കൗൺസിലോട് കൂടി എന്ത് ചെയ്യുന്നു? ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫാക്ഷൻസ് ഉടലെടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ഹീനയാന ബുദ്ധിസം ആൻഡ് മഹായാന ബുദ്ധിസം. അതിൽ ഹീനയാന ബുദ്ധിസമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഹീനയാന ബുദ്ധിസത്തിന് നമ്മൾ വേറെ 2 പേരുകൾ പറയും. എന്തൊക്കെയാണ്? ലെസർ വെഹിക്കിൾ എന്നും പറയും, അതുപോലെ തന്നെ തേരാവാദ ബുദ്ധിസം എന്നും പറയും. ഓക്കെ, ഈ തേരാവാദ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ദ ടീച്ചിങ് ഓഫ് എൽഡേഴ്സ്. ഈ നമുക്ക് മൂത്ത ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, അതാണ് എന്ത് ഈ തേരാവാദ ബുദ്ധിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടും ഏറ്റവും ഓർത്തഡോക്സ് ആയിട്ടുമുള്ള ബുദ്ധിസ്റ്റ് ഫാക്ഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ് എംഫസൈസസ് അറ്റൈനിങ് ലിബറേഷൻ ഫ്രം സഫറിംഗ് ത്രൂ ഇൻഡിവിജ്വൽ എഫേർട്ട് ആൻഡ് മെഡിറ്റേഷൻ ബേസ്ഡ് ഓൺ ബുദ്ധാസ് ഏർലിയസ്റ്റ് ടീച്ചിങ്സ് ഇൻ പാലി കനോൺ. നമ്മൾ നേരത്തെ പറയുന്നത് ബുദ്ധന്റെ കുറെ ടീച്ചിങ്സ് ഉണ്ട്. ആ ടീച്ചിങ്സിനെയൊക്കെ അക്ഷരം പ്രതി അനുസരിച്ച് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? എൻലൈറ്റ്മെന്റിലേക്ക്, മോക്ഷത്തിലേക്ക് പോകാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ഓഫ് ബുദ്ധിസം. അതാണെന്ത് ഈ തേരാവാദ ബുദ്ധിസം അല്ലെങ്കിൽ ഹീനയാന ബുദ്ധിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ബിലീവ്സ് ഇൻ സിംഗിൾ ബുദ്ധ. അവരെന്ത് ചെയ്യുന്നുള്ളൂ? ഒരൊറ്റ ബുദ്ധനിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ബാക്കി പിന്നീട് വന്നിട്ടുള്ള ബോധിസത്വാസ്, ബുദ്ധന്റെ പാതയിലേക്ക് വരുന്ന ബാക്കി ആൾക്കാർ, എൻലൈറ്റനായി ഞങ്ങൾ ബുദ്ധനായി എന്ന് പറയുന്ന ആൾക്കാർ, അവരിലൊന്നും എന്ത് ചെയ്യുന്നില്ല? ഇവരെ വിശ്വസിക്കുന്നില്ല. ഇവർക്ക് ഒരൊറ്റ ബുദ്ധനേ ഉള്ളൂ. അതാരാണ്? ദ ശാക്യമുനി അല്ലെങ്കിൽ ഗൗതമ ബുദ്ധ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എംപറർ അശോക എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു തേരാവാദ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തേരാവാദ ബുദ്ധിസം എമേർജ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് സ്കൂളിൽ നിന്നുമാണ്? വിഭജവാദ സ്കൂളിൽ നിന്നുമാണ് എന്ത് ഈ തേരാവാദ ബുദ്ധിസം എമേർജ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ തേരാവാദ ബുദ്ധിസം അല്ലെങ്കിൽ ഈ ഹീനയാന ബുദ്ധിസം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തിലൊക്കെയാണ്? 1 മൊണാസ്റ്റിക് ഡിസിപ്ലിൻ, 2 4 നോബിൾ ട്രൂത്ത്സ്, പിന്നെന്താണ്? ദ നോബിൾ 8-fold പാത്ത്, ദ 3 മാർക്സ് ഓഫ് എക്സിസ്റ്റൻസ്, കർമ്മ, റീബർത്ത് ആൻഡ് പ്രാക്ടീസസ് ലൈക്ക് എന്താണ്? ജ്ഞാന ആൻഡ് വിപസന മെഡിറ്റേഷൻ. ഇതിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹീനയാന ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ഇതിന്റെ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നില്ല? മഹായാന സൂത്രാസിനെ അല്ലെങ്കിൽ മഹായാന ബുദ്ധിസത്തിലെ
ആൾക്കാർ കമ്പൈൽ ചെയ്ത ബുക്സിനെയോ അവരുടെ ഫിലോസഫീസിനെയോ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഹീനയാന ബുദ്ധിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, തേരവാദ ഈസ് ഡോമിനന്റ് ഇൻ ശ്രീലങ്ക ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഹാവിൻ സ്പ്രെഡ് ദെയർ ഫ്രം ഇന്ത്യ ബൈ 3rd century BCE. അതായത് 3rd century BCE ഒക്കെ ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ശ്രീലങ്കയിലോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ഫാക്ഷൻ ആണ് ഇത് ഈ പറയുന്ന തേരാവാദ ബുദ്ധിസം അല്ലെങ്കിൽ ഹീനയാന ബുദ്ധിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, the monastic sangha and its strong connections with the laity are notable features of Theravada Buddhist societies. അതായത് ബുദ്ധിസ്റ്റ് സംഘയും നമ്മുടെ സാധാരണ ജനങ്ങളും അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ ഫോളോവേഴ്സും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, ബുദ്ധിസ്റ്റ് സംഘ, സാധാരണ ജനങ്ങളായിട്ടുള്ള ഫോളോവേഴ്സ്, ഇവർ തമ്മിലുള്ള ബന്ധമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹീനയാന ബുദ്ധിസം അല്ലെങ്കിൽ ഈ പറയുന്ന തേരാവാദ ബുദ്ധിസം ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും അധികമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ തേരാവാദ ബുദ്ധിസത്തിന് അല്ലെങ്കിൽ ഹീനയാന ബുദ്ധിസത്തിന് ഒരു 2-3 സബ്സെക്റ്റുകളുണ്ട്. അതിൽ നിന്നും ഉടലെടുത്ത് വന്ന ഹീനയാന ബുദ്ധിസത്തിന്റെ കൺസെപ്റ്റിൽ നിന്നും ഉടലെടുത്ത് വന്ന 3 സബ്സെക്റ്റുകൾ. അതിൽ ആദ്യത്തെയാണ് ഇത് സർവസ്തിവാദ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ഏർലി ബുദ്ധിസ്റ്റ് സ്കൂൾ ആണ്. ബിലീവ്ഡ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ധർമാസ് ഇൻ ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അവരെന്ത് ചെയ്യുന്നു, ഈ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലുമുള്ള എല്ലാ ബുദ്ധിസ്റ്റ് ധർമാസിനും ഇവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ധമ്മാസിനും ഇവരെന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ഇറ്റ് വാസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയിലും നോർത്ത് വെസ്റ്റേൺ അതായത് ഗാന്ധാര റീജിയനിലൊക്കെ ആയിരുന്നു ഈ ഒരു സോർട്ട് ഓഫ് സർവസ്തിവാദിൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്തത്. ഓക്കെ, ഇനി ഈ സർവസ്തിവാദത്തിന്റെ മറ്റൊരു ഓപ്ഷൂട്ട് ഉണ്ട്. സർവസ്തിവാദത്തിൽ നിന്നും ഉടലെടുത്ത് വന്ന ഒരു ഓപ്ഷൂട്ട് ആണ് ഏത്, വൈഭാഷിക എന്ന് പറയുന്നത്. ഈ വൈഭാഷിക എന്താണ്, ഏകദേശം ഈ സർവസ്തിവാദിൻസിന്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇവരുടെ 1-2 പ്രധാനപ്പെട്ട വർക്കുകളുണ്ട്. ഏതൊക്കെയാണ്, അഭിധർമ്മകോശ, വസുബന്ധു രചിച്ചിട്ടുള്ള അഭിധർമ്മകോശ, അതുപോലെ മിലിന്ദപാനോ എന്താണ്, ഡിസ്കഷൻ ബിറ്റ്വീൻ നാഗസേന ആൻഡ് മിയാണ്ടർ ഫസ്റ്റ്. ഗാന്ധാര റീജിയനിലെ ഒരു റൂളർ ആയിരുന്നു മിയാണ്ടർ ഫസ്റ്റ്, കിങ് ആയിരുന്നു. അദ്ദേഹവും ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് ആയിട്ടുള്ള നാഗസേന, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്കഷൻ ആണ് എന്ത്, മിലിന്ദപാനോ എന്നുള്ള വർക്ക്. ഓക്കെ, ഇത് ആരുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ വൈഭാഷിക സെക്ട് ഓഫ് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഹീനയാന ബുദ്ധിസത്തിന്റെ അടുത്തൊരു സബ്സെക്റ്റ് ആണ് ഇത് സൗതാന്ത്രിക സബ്സെക്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇവരെന്താണ്, ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ സൂക്ത പീഠകയാണ് ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട 2-3 ടീച്ചേഴ്സ് ഉണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് നിങ്ങൾ കൂടുതലായിട്ടും പഠിച്ചിരിക്കേണ്ട. അവരുടെ 3 പേരുടെ പേര് ഞാൻ പറയാം. ഒന്നെന്താണ്, കുമാരലത്ത്, പിന്നെ യശോമിത്ര, പിന്നെ ഹരിവർമ്മൻ. ഈ 3 സ്കോളേഴ്സ് എന്താണ്, ഈ സൗതാന്ത്രിക സെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആണ്. ഹീനയാന ബുദ്ധിസത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, മഹായാന ബുദ്ധിസത്തെ കുറിച്ചിട്ടാണ്. മഹായാന ബുദ്ധിസത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് എന്ത്, ബോധിസത്വ കൺസെപ്റ്റ്. ഇവര് ബുദ്ധനെ ആരാധിക്കുന്നതിനേക്കാളും കൂടുതൽ എന്താണ്, ബോധിസത്വാസിനെയാണ് ആരാധിക്കുന്നത്. ബോധിസത്വാസ് ആരാണ്, അതായത് എൻലൈറ്റ്മെന്റിലേക്ക് അവരെന്ത് ചെയ്യുന്നു, എത്താറായി നിൽക്കുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ എൻലൈറ്റ്മെന്റിനെ അവരെ ലേറ്റ് ആക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ബാക്കിയുള്ളവരെ എൻലൈറ്റ്മെന്റിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറച്ച് ബോധിസത്വാസ് ഉണ്ട്. ഈ ബോധിസത്വാസിലാണ് മഹായാന ബുദ്ധിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. ഈ ഒരു ബോധിസത്വാസിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡീഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, അവരെ ആരാധിക്കുന്നുണ്ട്. അതാണ് മഹായാന ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത്. അപ്പം ഈ ബോധിസത്വാസിനെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോധിസത്വാസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രിലിംസ് UPSC എന്ത് ചെയ്യുന്നുണ്ട്, പ്രിലിംസിലെ മുൻവർഷങ്ങളിൽ കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ ചോദ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മഹായാന ബുദ്ധിസത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു ദ റിലീജിയസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആ റിലീജിയസ് ഹിസ്റ്ററിയായിട്ട് തന്നെയാണ് വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, The concept of Bodhisattva is a central to Hinayana sect of Buddhism. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ഹീനയാന സെക്റ്റ് അല്ല, മഹായാന ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് എന്ത്, ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ബോധിസത്വ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ബോധിസത്വ ഈസ് എ കമ്പാഷനേറ്റ് വൺ ഓൺ ഹിസ് വേ ടു എൻലൈറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞിരുന്നു ബോധിസത്വ എന്താണ്, അദ്ദേഹം എൻലൈറ്റ്മെന്റിലേക്ക് എത്താറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. ഇനി മൂന്നാമത്തെ എന്താണ്, ബോധിസത്വ ഡിലേസ് അച്ചീവിങ് ഹിസ് ഓൺ സാൽവേഷൻ ടു ഹെൽപ്പ് ഓൾ സെന്റിനന്റ് ബീങ്സ് ഓൺ ദെയർ പാത്ത് ടു ഇറ്റ്. ബാക്കി എല്ലാ ഭക്തരെയും എന്ത് ചെയ്യണം, ഈ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്വന്തം എൻലൈറ്റ്മെന്റിനെ ലേറ്റ് ആക്കുന്ന എന്താണ്, വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോധിസത്വ എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, സ്റ്റേറ്റ്മെന്റ്സ് 2 and 3 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, തെറ്റാണ്.
ഇനി അടുത്ത UPSC 2019 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മഹായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡീഫിക്കേഷൻ ഓഫ് ബുദ്ധ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രെഡിങ് ദ പാത്ത് ഓഫ് ബോധിസത്വാസ്. മൂന്നാമത്തെ എന്താണ്? ഇമേജ് വർഷിപ്പ് ആൻഡ് റിച്വൽസ്. വിച്ച് ഓഫ് ദ എബോവ് ഈസ് ഓർ ആർ ഫീച്ചേഴ്സ് ഓഫ് എന്താണ്? മഹായാന ബുദ്ധിസം. നമ്മൾ പറഞ്ഞിരുന്നു ഈ മൂന്ന് കാര്യങ്ങളും എന്താണ്? മഹായാന ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 1, 2 and 3 എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ഇനി ഈ മഹായാന ബുദ്ധിസം എമേർജ് ചെയ്ത് വരും. നമ്മൾ പറഞ്ഞിരുന്നു ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലിലെ സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു. ഹീനയാന ബുദ്ധിസവുമായിട്ടും മഹായാന ബുദ്ധിസവുമായിട്ട് എന്ത് ചെയ്യുന്നു? ബുദ്ധിസം സ്പ്ലിറ്റ് ആവുന്നു. അങ്ങനെ ഫസ്റ്റ് സെഞ്ചുറി AD എന്ത് ചെയ്യുന്നത്? മഹായാന ബുദ്ധിസം നിലവിൽ വരുന്നത്. ഓക്കെ, എമേർജ്ഡ് അറൌണ്ട് ഫസ്റ്റ് സെഞ്ചുറി BCE ഡ്യൂറിംഗ് ദ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ, എംഫസൈസിങ് ദ കൺസെപ്റ്റ് ഓഫ് ബോധിസത്വാസ്. ബോധിസത്വാസിന്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവര് വളരെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ദ ഗുപ്ത എംപറർ ഹർഷവർദ്ധന പാട്രണൈസ്ഡ് Mahayana Buddhism, establishing monasteries and supporting the translation of texts into Sanskrit. ഗുപ്ത എംപറർ അല്ല, ആക്ച്വലി സ്ലൈഡ്ലി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഗുപ്ത എംപറർ അല്ല, ആരാണ്? പുഷ്യബുദ്ധി ഡൈനാസ്റ്റി ആണിത്. ഹർഷവർദ്ധനയുടെ എംപയറാണ് പുഷ്യബുദ്ധി ഡൈനാസ്റ്റി അല്ലെങ്കിൽ വർദ്ധന ഡൈനാസ്റ്റി എന്നൊക്കെ നമ്മൾ പറയുന്നു. ആ പുഷ്യബുദ്ധി ഡൈനാസ്റ്റി അല്ലെങ്കിൽ വർദ്ധന ഡൈനാസ്റ്റിയിലാണ് ആരുള്ളത്? ഹർഷവർദ്ധന ഉള്ളത്. അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഈ മഹായാന ബുദ്ധിസത്തെ പാട്രണൈസ് ചെയ്തിരുന്നു. എസ്റ്റാബ്ലിഷിംഗ് മൊണാസ്റ്ററീസ് ആൻഡ് സപ്പോർട്ടിംഗ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ടെക്സ്റ്റ് ഇൻ ടു സാൻസ്ക്രിറ്റ്. അതായത് മുമ്പ് പാലിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്തിരുന്നു? സാൻസ്ക്രിറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹർഷവർദ്ധന എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഫ്രം കാശ്മീർ മഹായാന സ്പ്രെഡ് ടു സെൻട്രൽ ഏഷ്യ, ചൈന, കൊറിയ, ജപ്പാൻ ആൻഡ് വിയറ്റ്നാം. അങ്ങനെ വളരെയധികം രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്തു? ഈ ഒരു മഹായാന ബുദ്ധിസം സ്പ്രെഡ് ചെയ്തു. ഇനി മഹായാന ഈസ് കൺസിഡേർഡ് എന്താണ്? ഒരു കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് മഹായാന ബുദ്ധിസത്തെ പറയുന്നത്. അതായത് ഓൾഡർ സ്കൂളുണ്ട്, റിഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എന്താണ് പറയുന്നത്, പഴയ ചിന്താഗതിക്കാരായിട്ടുള്ള ഹീനയാന ബുദ്ധിസം അല്ലെങ്കിൽ തേരവാദ ബുദ്ധിസം. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്തിനെ പറയുന്നത്? മഹായാന ബുദ്ധിസത്തെ പറയുന്നത്. ഇറ്റ് ഈസ് ഇൻക്ലൂസീവ് ഓഫ് ലേ ഫോളോവേഴ്സ് അൺലൈക്ക് തേരാവാദാസ് മൊണാസ്റ്റിക് ഫോക്കസ്. തേരാവാദ ബുദ്ധിസത്തിൽ എന്താണ്? മൊണാസ്റ്റിക് റൂൾസിനെ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് സംഘാസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ മഹായാന ബുദ്ധിസം അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? സാധാരണ ജനങ്ങളായിട്ടുള്ള ഈ ഒരു മഹായാന ബുദ്ധിസത്തിന്റെ ഫോളോവേഴ്സിനെയാണ് മഹായാന ബുദ്ധിസം എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതലായിട്ടും ഇവരെന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മഹായാന ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ കൺസെപ്റ്റ് എന്തായിരുന്നു? ബോധിസത്വാസിന്റെ കൺസെപ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ 1-2 സ്ക്രിപ്റ്റേഴ്സിലും കൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? എന്തൊക്കെയാണ്? ലോട്ടസ് സൂത്ര, പിന്നെന്താണ്? ഹാർട്ട് സൂത്ര. എന്താണ്? എംഫസൈസ് ദ വിർച്യൂസ് ഓഫ് കമ്പാഷൻ ആൻഡ് വിസ്ഡം. കമ്പാഷനെയും വിസ്ഡത്തിനെയും എന്താണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരുന്നു? ഈ ലോട്ടസ് സൂത്ര അതുപോലെ ഹാർട്ട് സൂത്ര അവരെന്ത് ചെയ്തിരുന്നു? അവരുടെ സ്ക്രിപ്റ്റേഴ്സ് ആയിട്ട് അവർ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി സ്കൾപ്ചറൽ ബുദ്ധ ഇമേജസ് ആൻഡ് ബോധിസത്വ ഏതാണ്? പ്രധാനപ്പെട്ട ബോധിസത്വം. അതായത് മഹായാന ബുദ്ധിസത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ബോധിസത്വ ആരായിരുന്നു? അവലോകിതേശ്വര. അവലോകിതേശ്വരയുടെ മറ്റൊരു പേരാണെന്ത്? പത്മപാണി. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? UPSC 2016 തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? UPSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് മഹായാന ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട DT അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോധിസത്വം ആരാണ്? അവലോകിതേശ്വര അല്ലെങ്കിൽ എന്താണ്? പത്മപാണി. ഇനി നമുക്ക് എന്താണ് ഈ മഹായാന ബുദ്ധിസത്തിന്റെ കുറച്ച് സബ്സെക്റ്റുകളുണ്ട്, കുറച്ച് ഓഫ് ഷൂട്ടുകളുണ്ട്. പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് മാധ്യമിക ബുദ്ധിസം അല്ലെങ്കിൽ മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ഓഫ് ഷൂട്ട് ആണെന്ത്? മാധ്യമക സെക്ട് എന്ന് പറയുന്നത്. ഇവരെന്താണ്? ബുദ്ധന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിഡിൽ പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ്. ആ ഒരു മിഡിൽ പാത്തിനെ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്ന ഒരു സെക്റ്റാണിത്, ഈ ഒരു മാധ്യമക സെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾസോ നോൺ ആസ് ശൂന്യവാദ. ഈ ഒരു മാധ്യമക സെക്റ്റിനെ എന്തും വിളിക്കാറുണ്ട്? ശൂന്യവാദ സെക്ട് എന്നും വിളിക്കാറുണ്ട്. ഇറ്റ് വാസ് സിസ്റ്റമാറ്റൈസ്ഡ് ബൈ ആരാണ്? നാഗാർജുന. ഈ നാഗാർജുനന്റെ ഒരു ഫേമസ് വർക്ക് ഉണ്ട്, എന്താണ്? മൂല മാധ്യമിക കാരിക. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ശൂന്യവാദ സെക്ട് അല്ലെങ്കിൽ ഈ ഒരു മാധ്യമക സെക്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഒരു മഹായാന ബുദ്ധിസത്തിന്റെ മറ്റൊരു ഓഫ് ഷൂട്ടാണ് ഇത് യോഗകാര.
ഓൾസോ നോൺ ആസ് എന്താണ് വിജ്ഞാനവാദ എന്നും ഈ ഒരു യോഗകാര സെക്റ്റിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഏതാണ് ഇത്? ഓൺലി ഐഡിയലിസ്റ്റ് സ്കൂൾ ഇൻ ബുദ്ധിസം ആൻഡ് ഇന്ത്യൻ ഫിലോസഫി ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ്. വളരെ സ്ട്രിക്റ്റ് സെൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഒരു ഐഡിയലിസ്റ്റ് സ്കൂളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ബുദ്ധിസത്തിന്റെ ഏക സെക്റ്റാണ് ഇത് ഈ ഒരു യോഗകാര സെക്ട് അല്ലെങ്കിൽ വിജ്ഞാനവാദ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഐഡിയലിസം ബട്ട് ഓൾസോ എന്താണ് അബ്സല്യൂട്ടിസം. ഇറ്റ് ഫോക്കസസ് ഓൺ ദ വർക്കിംഗ്സ് ഓഫ് ദ മൈൻഡ് ആൻഡ് ദ നേച്ചർ ഓഫ് കോൺഷ്യസ്നെസ്. അതായത് നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ്സിന്റെ ഒരു നേച്ചർ എന്താണ് അതിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ വർക്കിങ്സിനെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആസ് എ മെറ്റാഫിസിക്കൽ സിസ്റ്റം ഇറ്റ് കംസ് അപ്പ് എഗെയിൻസ്റ്റ് ദ എക്സ്ട്രീം നിഹിലിസം ഓഫ് മാധ്യമിക. അതായത് ഈ ഒരു മാധ്യമിക കൺസെപ്റ്റിന്റെ എക്സ്ട്രീം നിഹിലിസം അല്ലെങ്കിൽ ഒരു എക്സ്ട്രീമിറ്റി എന്ത് ചെയ്യുന്നു ഇവരെ എതിർക്കുന്നു. ഇനി ഇപ്പൊ നിങ്ങൾ സ്ലൈഡിൽ കാണുന്ന ഈ ഒരു ടേബിളിൽ ഞാൻ എന്താണ് ഹീനയാന ബുദ്ധിസവും മഹായാന ബുദ്ധിസവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഡിഫറൻസസ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആ സ്ലൈഡ്സിൽ ആ നോട്ട്സിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഹീനയാന ബുദ്ധിസത്തിന്റെയും അതുപോലെ ഈ ഒരു മഹായാന ബുദ്ധിസത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്കിത് പ്രിലിംസ് എക്സാമിന് പോകുമ്പോഴത്തേക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു മഹായാന ബുദ്ധിസത്തിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണ്, ബോധിസത്വമാണ്. അപ്പം ഈ ബോധിസത്വാസുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് UPSC എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ 1-2 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോധിസത്വാസിനെ ഡയറക്റ്റ്ലി ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ചോദിച്ച ചോദ്യങ്ങൾ ഒരു ചോദ്യമാണ് ഇപ്പൊ നമുക്ക് സ്ലൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫ്യൂച്ചർ ബുദ്ധ yet to come to save the world. അതായത് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയും വരാനിരിക്കുന്ന ഒരു ബുദ്ധനുണ്ട്, ഒരു ഫ്യൂച്ചർ ബുദ്ധയുണ്ട്. ആ ഫ്യൂച്ചർ ബുദ്ധ ആരാണ്? ആ ഒരു ഫ്യൂച്ചർ ബുദ്ധ എന്ന് പറയുന്നത് എന്താണ്, ബോധിസത്വാസിലെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരാണെന്ത്, മൈത്രേയ. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മൈത്രേയാണ് ആര്, നമ്മുടെ ലോകത്തെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ ബുദ്ധ എന്ന് നമ്മൾ പറയുന്നത്. ഈ മൈത്രേയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ബുദ്ധയെ കുറിച്ചിട്ട് UPSC എന്നാണ് 2018 ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുപോലെ 2017 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ പെയിന്റിംഗ് ഓഫ് ബോധിസത്വ പത്മപാണി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ഇലുസ്ട്രേറ്റഡ് പെയിന്റിംഗ് അറ്റ് ഏത് കേവിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് അത് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ എ അജന്ത, ഓപ്ഷൻ ബി ബദാമി, ഓപ്ഷൻ സി ബാഗ് കേവ്സ്, ഓപ്ഷൻ ഡി എല്ലോറ കേവ്സ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ ആയിരുന്നു. അജന്ത കേവ്സിലാണ് എന്ത് ഈ ഒരു പത്മപാണിയുടെ ഒരു ഇലുസ്ട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബുദ്ധിസത്തിൽ ഇനി നമ്മൾ ഏത് ആംഗിളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ബുദ്ധിസത്തിൽ ഇപ്പൊ എന്താണ്, മഹായാന ബുദ്ധിസത്തിൽ ബോധിസത്വാസിനെ കുറിച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബോധിസത്വാസിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം അല്ലെ. അപ്പം ആ ഒരു ബോധിസത്വാസിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്രധാനപ്പെട്ട ബോധിസത്വാസായിട്ട് പറയുന്നത് ആദ്യത്തെ ആളാരാണ്, അവലോകിതേശ്വര അല്ലെങ്കിൽ പത്മപാണി. ഈ അവലോകിതേശ്വര അല്ലെങ്കിൽ ഈ പത്മപാണിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് നേരത്തെ എന്താണ്, മഹായാന ബുദ്ധിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോധിസത്വമായിട്ട് പറയുന്നത്. ഈ ഒരു അവലോകിതേശ്വരന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഈസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ബുദ്ധാസ് കമ്പാഷൻ. ബുദ്ധന്റെ കമ്പാഷൻ എന്തായിരുന്നു, ആ ഒരു കമ്പാഷന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആര്, ഈ ഒരു പത്മപാണി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹായാന ബുദ്ധിസ്റ്റുകൾ എന്ത് ചെയ്തത്, ഈ ഒരു ബോധിസത്വയെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോധിസത്വമായിട്ട് അവര് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി ഈ ഒരു പത്മപാണിയുടെ പെയിന്റിങ്സ് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അജന്ത കേവ്സിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പത്മപാണിയുടെ ആ ഒരു ഇലുസ്ട്രേഷനിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ലോട്ടസ് സിമ്പിൾ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ബുദ്ധന്റെ ബർത്തിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണെന്ത്, ഈ ഒരു ലോട്ടസ് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ബോധിസത്വയാണ് ആര്, വജ്രപാണി. എന്താണ്, വജ്രപാണി, അതാണ് അടുത്ത ബോധിസത്വ. ഇദ്ദേഹം എന്താണ്, റെപ്രസെന്റേറ്റീവ് ഓഫ് ബുദ്ധാസ് പവർ. ബുദ്ധന്റെ പവർ എന്താണ്, ആ ഒരു പവറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബോധിസത്വയാണ് ആര്, വജ്രപാണി. ഓക്കെ, ഇദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അജന്ത കേവ്സിൽ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് ടു പൊസസ് ഓൾ പവേഴ്സ് ഓഫ് ബുദ്ധ. ബുദ്ധന്റെ എല്ലാ പവറും ആരുടെടുത്തുണ്ട്, ഈ ഒരു വജ്രപാണിന്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആളാണ് ആര്, മഞ്ജുശ്രീ. മഞ്ജുശ്രീ എന്നുള്ള ബോധിസത്വ റെപ്രസെന്റേറ്റീവ് ഓഫ് ബുദ്ധാസ് വിസ്ഡം. ബുദ്ധന്റെ വിസ്ഡം എന്തായിരുന്നു, ആ ഒരു വിസ്ഡത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ബോധിസത്വയാണ് ആര്, മഞ്ജുശ്രീ. ഓക്കെ, ഇനി വൺ ഓഫ്
പ്രൊട്ടക്റ്റീവ് ഡീറ്റീസ് വിത്ത് എ വീൽഡിംഗ് സോഡ്. ഇവരുടെ അല്ലെങ്കിൽ ഈ ഒരു ബോധിസത്വന്റെ റെപ്രസെന്റേഷൻ ഇലിസ്ട്രേഷനിൽ എന്തുണ്ട്, ഒരു സോഡ് എന്ത് ചെയ്യുന്നുണ്ട്, കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരു വലിയ വാൾ എന്ത് ചെയ്യുന്നുണ്ട്, കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരു വീൽഡിംഗ് സോഡ്, അതായത് പ്രൊട്ടക്റ്റീവ് സോർഡായിട്ട്, ഒരു പ്രൊട്ടക്റ്റീവ് വാളായിട്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മഞ്ജുശ്രീയുടെ കയ്യിൽ ആ ഒരു ഇലിസ്ട്രേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ബോധിസത്വമായിട്ട് നമ്മൾ പറയുന്നതാണ് ആര്, മൈത്രേയ. ഈ ക്വസ്റ്റ്യൻ ആണ് UPSC ഡയറക്റ്റ് അറ്റൻഡ് ചെയ്തൊക്കെ 2018 ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചത്, ഫ്യൂച്ചർ ബുദ്ധ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഫ്യൂച്ചർ ബുദ്ധയാണ് ആര്, ഈ മൈത്രേയ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തയാണ് ഇത് താര. താര എന്ന് പറയുന്ന ബോധിസത്വ അസോസിയേറ്റഡ് വിത്ത് എന്താണ്, നമ്മൾ ഇനി ബുദ്ധിസത്തിന്റെ മറ്റൊരു ഓഫ് ഷൂട്ട് നമ്മൾ പഠിക്കും. എന്താണ്, വജ്രയാന ബുദ്ധിസം. ആ വജ്രയാന ബുദ്ധിസ്റ്റുകൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഡീറ്റി ആയിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബോധിസത്വമായിട്ട് കാണുന്ന ബോധിസത്വയാണ് ആര്, താര എന്ന് പറയുന്നത്. ഈ താര എന്ന് പറയപ്പെടുന്ന ബോധിസത്വം ആക്ച്വലി ബുദ്ധന്റെ വൈഫാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി വജ്രയാന ബുദ്ധിസവുമായിട്ടാണ് ഈ ഒരു താര എന്ന് പറയപ്പെടുന്ന ബോധിസത്വ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇറ്റ് റെപ്രസെന്റ്സ് വിർച്യു ഓഫ് സക്സസ് ഇൻ വർത്ത് ആൻഡ് അച്ചീവ്മെന്റ്. ഓക്കെ, ഇനി അവസാനത്തെ അല്ലെങ്കിൽ ആറാമത്തെ ബോധിസത്വയാണ് ആര്, പത്മ സംഭവ, ഫൗണ്ടർ ഓഫ് ടിബറ്റൻ ബുദ്ധിസം അല്ലെങ്കിൽ വജ്രയാന ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ ആയിട്ട് പറയപ്പെടുന്ന ബോധിസത്വയാണ് ആര്, പത്മ സംഭവ. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ഒഡീഷ, ഹി ഈസ് ഓൾസോ കോൾഡ് സെക്കൻഡ് ബുദ്ധ. അതായത് ഇപ്പൊ ഇനി UPSC വേണമെങ്കിൽ ഫ്യൂച്ചർ ബുദ്ധ ചോദിച്ച പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സെക്കൻഡ് ബുദ്ധ എന്നറിയപ്പെടുന്ന ബോധിസത്വ ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അതാരാണ്, പത്മസംഭവ. ഒഡീഷയിൽ ജനിച്ച ഈ നമ്മുടെ എന്താണ് വജ്രയാന ബുദ്ധിസത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പത്മസംഭവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെക്കൻഡ് ബുദ്ധ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ കറണ്ട് അഫയേഴ്സുമായിട്ട് അതായത് 2019 ഒഡീഷ ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നു, അൺവീൽഡ് സ്റ്റാച്യു ഓഫ് പത്മസംഭവ. അതിപ്പം ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിലുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു സെക്കൻഡ് ബുദ്ധ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെക്കണം. മേ ബി ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ബുദ്ധിസത്തിന്റെ മറ്റൊരു ഓപ്ഷനാണ്, നമ്മൾ പറഞ്ഞിരുന്നു വജ്രയാന ബുദ്ധിസം. ആരാണ് സ്ഥാപിച്ചത്, പത്മസംഭവ സ്ഥാപിച്ച വജ്രയാന ബുദ്ധിസം. ഓക്കെ, ഇതിനെന്താണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിന്ദുയിസമാണ്. ഹിന്ദുയിസത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ബുദ്ധിസ്റ്റ് സെക്റ്റാണ് ഇത്, ഈ പറയപ്പെടുന്ന വജ്രയാന ബുദ്ധിസം. ഇതിന് എന്തെന്നും കൂടെ പറയാറുണ്ട്, ഡയമണ്ട് വെഹിക്കിൾ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, ഇവരുടെ മെയിൻ ഡീറ്റി ആണ് ആര്, നമ്മൾ നേരത്തെ പറഞ്ഞ ബോധിസത്വമാരായിരുന്നു താര. ഓക്കെ, ബിലീവ്ഡ് ഇൻ എന്താണ്, ഇവർ എന്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, തന്ത്ര മന്ത്ര യന്ത്ര ആസ് ഫാസ്റ്റർ വെഹിക്കിൾ ടു ലിബറേഷൻ. അതായത് മന്ത്രതന്ത്രങ്ങളിൽ കൂടുതലായിട്ട് വിശ്വസിക്കുക, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലിബറേഷനിലേക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ബുദ്ധിസത്തിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഇത്, ഈ വജ്രയാന ബുദ്ധിസം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. എന്താണ്, നോ നീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫിക്കേഷൻ വേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് മന്ത്രതന്ത്രങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും പ്യൂരിഫൈഡ് ആയിട്ടിരിക്കേണ്ടി വരുമോ, അതായത് മറ്റൊരാളെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഉപദ്രവിക്കേണ്ടി വരും നമ്മുടെ മന്ത്രതന്ത്രങ്ങളിലൂടെ. അതുകൊണ്ട് എന്താണ്, പ്യൂരിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. മന്ത്രതന്ത്രങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു സാൽവേഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് വാദിക്കുന്ന ഒരു ബുദ്ധിസ്റ്റ് ഓഫ് ഷൂട്ടാണ് ഇത്, വജ്രയാന ബുദ്ധിസം. ഓക്കെ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു വജ്രയാന ബുദ്ധിസം ഏറ്റവും കൂടുതൽ സ്പ്രെഡായ ഏരിയാസ് ആണ് ഇതൊക്കെ, ടിബറ്റ്, ഭൂട്ടാൻ, മംഗോളിയ എക്സെട്ര. ആ ഒരു എന്താണ് നമ്മുടെ ഒരു സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ, അതുപോലെ തന്നെ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ, ആ ഒരു റീജിയൻസിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബുദ്ധിസമാണ് ഇത്, വജ്രയാന ബുദ്ധിസം. ഇനി മഹായാന ബുദ്ധിസത്തിന് മറ്റൊരു ചെറിയൊരു ഓഫ് ഷൂട്ട് ഉണ്ട്, സെൻ ബുദ്ധിസം. ഇത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ജപ്പാനിലാണ്. പക്ഷേ എന്താണ്, ചൈനയിലും സൗത്ത് കൊറിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെൻ ബുദ്ധിസം കാണപ്പെടുന്നത്. എന്താണ്, മഹായാന സെക്റ്റിന്റെ ഒരു സബ് സ്കൂളാണ്. എംഫസൈസസ് ദ പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ ടു അച്ചീവ് എൻലൈറ്റ്മെന്റ്. അതായത് മെഡിറ്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മെഡിറ്റേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് എൻലൈറ്റ്മെന്റിലേക്ക്, നമുക്ക് സാൽവേഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് വാദിക്കുന്ന ഒരു ബുദ്ധിസത്തിന്, അതായത് മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് ഇത്, സെൻ ബുദ്ധിസം എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇത് ചൈനയില് ഷാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഷാൻ ബുദ്ധിസം എന്ന് ചൈനയിൽ അറിയപ്പെടും. അതുപോലെ തന്നെ സോൺ ബുദ്ധിസം എന്ന് എവിടെ അറിയപ്പെടും, കൊറിയയിൽ അറിയപ്പെടും. ഓക്കെ, ഇറ്റ് ഈസ് പർട്ടിക്കുലർലി അസോസിയേറ്റഡ് വിത്ത് ജപ്പാൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജപ്പാനിലാണ് ഇവർ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിട്ടുള്ളത്. ഓക്കെ, അവിടെ എന്താണ്, ഈ ഒരു ജപ്പാനിലവർക്ക് ഈ ഒരു സെൻ ബുദ്ധിസത്തിന് തന്നെ വളരെയധികം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കുറെ സബ് സെക്റ്റുകളും സബ് സ്കൂളുകളും ഉണ്ട്.
ഓക്കെ, ഇനി ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ട് നമ്മൾ പറയപ്പെടുന്ന ബുദ്ധിസത്തിന്റെ ഒരു ഓഫ് ഷൂട്ട് അതാണ് ഏത്? നവയാന ബുദ്ധിസം. ഇറ്റ്സ് എ മോഡേൺ ബുദ്ധിസ്റ്റ് മൂവ്മെന്റ് ദാറ്റ് എമേർജ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ലേറ്റ് 20th സെഞ്ചുറി. 20th സെഞ്ചുറിയുടെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഇന്ത്യയിൽ എമർജ് ചെയ്ത് വന്നിട്ടുള്ള ബുദ്ധിസത്തിന്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഓഫ് ഷൂട്ടാണ് ഇത് നവയാന ബുദ്ധിസം. നവ മീൻസ് എന്താണ്? പുതിയതെന്നാണ് അർത്ഥം. അപ്പം നവയാന ബുദ്ധിസം ഇറ്റ് ഈസ് എ റിഫോമിസ്റ്റ് മൂവ്മെന്റ്. ഒരു റിഫോം മൂവ്മെന്റ് ആണ്. ബുദ്ധിസത്തിൽ എന്ത് ചെയ്യണം? ഒരു റിഫോർമേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു റിഫോം മൂവ്മെന്റ് ആണ് ഇത് ഈ നവയാന ബുദ്ധിസം. എന്താണ്? സീക്സ് ടു റീഇന്റർപ്രറ്റ് ബുദ്ധിസം ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ വിത്ത് എ ഫോക്കസ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാളിറ്റി. സോഷ്യൽ ജസ്റ്റിസും ഇക്വാളിറ്റിയും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? ഒരു സോഷ്യൽ റിഫോർമേഷൻ ബുദ്ധിസത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ടോട്ടൽ സൊസൈറ്റിയിൽ ഒരു റിഫോർമേഷൻ എന്ത് ചെയ്യണം? ബുദ്ധിസത്തിലൂടെ കൊണ്ടുവരണം എന്ന് വാദിക്കുന്ന ബുദ്ധിസത്തിന്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഓഫ് ഷൂട്ടാണ് ഇത് ഈ നവയാന ബുദ്ധിസം എന്ന് പറയപ്പെടുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കുവാണ്. ആക്ച്വലി നമ്മൾ എന്താണ് ഇന്ന് ബുദ്ധിസത്തെക്കുറിച്ചും ബുദ്ധിസത്തിന്റെ ഫാക്ഷൻസിനെ കുറിച്ചും സെക്റ്റുകളെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് UPSC ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും ഒന്ന് റീഅനലൈസ് ചെയ്യുക. ഈ തീംസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ തീം ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഹിസ്റ്ററി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു തീം ബേസിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഷുവർ ഷോട്ട് ആയിട്ട് നമുക്ക് ഉറപ്പായിട്ടും എന്താണ് ഈ ഒരു തീംസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഇനി വരുന്ന UPSC എക്സാമുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.